ഹലോ ഹായ്. സാലറിയിൽ നമ്മളൊരു 2 വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒന്ന് സാലറി ബേസിക് എന്താണെന്നുള്ളതും രണ്ടാമത്തെ അലവൻസും അല്ലേ. രണ്ടും എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇനി നമുക്കിത് മൂന്നാമത്തെ വീഡിയോ ആണ്. ഇതിൽ നമ്മൾ റിട്ടയർമെന്റ് ബെനിഫിറ്റിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഓക്കെ, റിട്ടയർമെന്റ് ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും അല്ലെ. നമ്മൾ ജോലിയിൽ നിന്ന് റിട്ടയർ ആയതിനു ശേഷം നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്. ആ ബെനിഫിറ്റ് എത്രയെന്നുള്ളത് നമുക്ക് ക്വസ്റ്റ്യനിൽ തരും. ഓക്കെ, അതിനെത്ര നമ്മളത് ഫുള്ളായിട്ട് ടാക്സ് കൊടുക്കണോ, അത് എന്തെങ്കിലും ഒരു എക്സംഷൻ കിട്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ റിട്ടയർമെന്റ് ബെനിഫിറ്റ് എന്നുള്ള ഇതിലൂടെ പഠിക്കാനുള്ളത്. ഓക്കെ, ഇതിൽ പറഞ്ഞ സെക്ഷൻസ് ഒക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെക്ഷൻസ് എന്തായാലും പഠിച്ചു വെച്ചിരിക്കണം. ഓക്കെ, ഇനി ഇതിൽ 10 സെക്ഷൻ 10 ആണ് പറഞ്ഞത്. നമുക്കറിയാം, നമ്മൾ ഒരു ചാപ്റ്റർ വിട്ടിട്ടുമുണ്ട് ഇതേപോലെ ടോട്ടലിംഗത്തിൽ എക്സംഷൻസ് എന്താന്നുള്ള ഒരു ചാപ്റ്റർ. ഓക്കെ, ആ ബേസിക്കിന്റെ പോർഷനിലുള്ളതാണ്. അത് വിട്ടത് എന്താന്ന് വെച്ചാൽ എല്ലാ ചാപ്റ്ററിലും ഇതേപോലെ ഈ 10ന്റെ കാറ്റഗറിയിൽ പറഞ്ഞ കുറേ ഇത് വരുന്നുണ്ട്. അപ്പൊ അതെല്ലാം നമ്മൾ ആ ഒരു ചാപ്റ്ററിനോട് അനുബന്ധിച്ച് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കുറച്ച് മാത്രമേ നമുക്ക് ആ ഒരു ചാപ്റ്ററിൽ, അതായത് ഈ ചാപ്റ്ററുകളിലൊന്നും വരാത്തതായിട്ട് ഉണ്ടാവുള്ളൂ. അത് മാത്രം നമുക്ക് ആ ചാപ്റ്ററിലേക്ക് പഠിച്ചാൽ മതി, അത് ലാസ്റ്റ് എടുക്കാം എന്നുള്ള ആ ഒരു ഇതിലാണ് ഞാനതങ്ങനെ മാറ്റി നിർത്തിയേക്കണത്. ഓക്കെ, ഇപ്പൊ നമുക്ക് റിട്ടയർമെന്റ് ബെനിഫിറ്റിനെ കുറിച്ച് പഠിക്കാം. നമുക്കിവിടെ 5 റിട്ടയർമെന്റ് ബെനിഫിറ്റിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ഒന്ന് ഗ്രാറ്റുവിറ്റി, ലീവ് എൻഗേജ്മെന്റ് അല്ലെങ്കിൽ ലീവ് സാലറി, പെൻഷൻ, VRS വോളണ്ടറി റിട്ടയർമെന്റ് സ്കീം, അതർ എന്ന് പറഞ്ഞുകൊടുത്ത് റിട്രച്ച്മെന്റ് കോമ്പൻസേഷൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇങ്ങനെ 5 എണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത്. സിമ്പിൾ ആണോ എന്ന് വെച്ചാൽ സിമ്പിൾ ആണ്, എന്നാൽ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്കത് ഫുൾ മാർക്കും മേടിക്കും. ഇത് തനിയും ചോദിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോബ്ലത്തിന്റെ കൂടെയും ചോദിക്കാവുന്നതാണ്. അതിന്റെ സെക്ഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന്റെ ഓരോന്നിന്റെയും പ്രൊവിഷൻസും വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഓർത്ത് വെച്ച് പഠിക്കണം, പ്രോബ്ലംസ് ചെയ്ത് തന്നെ പഠിക്കണം. ഓക്കെ, ഇനി അതിൽ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോണേണ് ഗ്രാറ്റുവിറ്റി. ഗ്രാറ്റുവിറ്റി എന്നുള്ളത് സെക്ഷൻ 10ലാണ് ഗ്രാറ്റുവിറ്റിനെ കുറിച്ച് പറയണത്. ഈ ഗ്രാറ്റുവിറ്റിയുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ റിട്ടയർ ആവണം എന്നില്ല. റിട്ടയർ ആവണേന് മുന്നേ, അതായത് നമ്മൾ ആ സർവീസിൽ കണ്ടിന്യൂ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഗ്രാറ്റുവിറ്റി വേണമെങ്കിൽ വാങ്ങിച്ചെടുക്കാം. ഓക്കെ, നമുക്ക് കിട്ടും. അത് കിട്ടുമ്പോൾ പക്ഷെ എന്താ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കത് ഫുള്ളായിട്ട് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടി വരും. അത് ഏത് തരം എംപ്ലോയി ആണെന്നുണ്ടെങ്കിലും, ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിലും ശരി, നോൺ ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിലും ശരി, ആ സർവീസിനുള്ളിൽ അതായത് റിട്ടയർ ആവാതെ നമ്മൾ ഗ്രാറ്റുവിറ്റി വാങ്ങിക്കുവാണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ അതിന് ഫുള്ളായിട്ട് ടാക്സ് കൊടുക്കേണ്ടി വരും. അതേപോലെ തന്നെയാണ് പെൻഷന്റെ കാര്യം. പെൻഷനും ഇതേപോലെ തന്നെയാണ്. നമുക്ക് റിട്ടയർ ആകണമെന്നില്ല, അതിന് മുന്നേ തന്നെ അതിന്റെ ഒരു എമൗണ്ട് നമുക്ക് വാങ്ങിക്കാം. ആ വാങ്ങിക്കാൻ നേരത്തേക്കും പക്ഷേ ഈ കണ്ടിന്യൂഷൻ ഓഫ് സർവീസിലാണ് പെൻഷൻ വാങ്ങണേന്നുണ്ടെങ്കിലും അതും അതേപോലെ തന്നെയാണ്, ഫുള്ളി ടാക്സബിൾ ആണ്. ഈ രണ്ടെണ്ണമാണ് ഇതേപോലെ ഒരുമിച്ച് നമുക്ക് ഇതേപോലെ വരുന്നത്. ഓക്കെ, അതായത് റിട്ടയർ ആവണേന് മുന്നേ തന്നെ നമുക്ക് കുറച്ച് എമൗണ്ട് വാങ്ങിക്കാൻ പറ്റുന്നത് ഗ്രാറ്റുവിറ്റിക്കും പെൻഷൻ സ്കീമിനുമാണ് ഉള്ളത്, മെയിൻ ആയിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തത് 3 തരത്തിലാണ് നമുക്ക് ഗ്രാറ്റുവിറ്റിയിൽ എമൗണ്ട് കിട്ടുക. ഒന്ന് ഇപ്പൊ പറഞ്ഞ പോലെ റിട്ടയർ ആവണേന് മുന്നേ നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഗ്രാറ്റുവിറ്റി എമൗണ്ട് നമുക്ക് വാങ്ങിക്കാം. അതേപോലെ തന്നെ ജോലിയിൽ നിന്ന് റിട്ടയർ ആയതിനു ശേഷം നമുക്ക് ആ എമൗണ്ട് വേണമെങ്കിൽ വാങ്ങിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ മരണശേഷം നമ്മുടെ ലീഗൽ ഹയേഴ്സിന് ആ എമൗണ്ട് കിട്ടും. അങ്ങനെ 3 കാറ്റഗറി ആയിട്ടാണ് ഈ ഗ്രാറ്റുവിറ്റി എന്നുള്ളത് നമ്മൾ പഠിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ നോക്കുവാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഇങ്ങനെ ഒരു ചാർട്ട് വരച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഈ ചാർട്ട് ആവുമ്പോൾ നമുക്ക് അതെല്ലാ കാര്യങ്ങളും അതിലൂടെ തന്നെ പഠിക്കാൻ പറ്റും. ഓക്കെ, ഇനി കണ്ടിന്യൂഷൻ ഓഫ് സർവീസിലാണെന്നുണ്ടെങ്കിൽ, അതായത് റിട്ടയർ ആവണതിന് മുന്നേ തന്നെയാണ് നമ്മൾ ഗ്രാറ്റുവിറ്റി എമൗണ്ട് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അത് ഫുള്ളി ടാക്സബിൾ ആണ്. അത് ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിലും ശരി, നോൺ ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിലും ശരി, എന്താണ്, ഫുള്ളി ടാക്സബിൾ ആണ്. ഓക്കെ, നമ്മൾ എത്ര വാങ്ങിച്ചോ അത്ര എണ്ണത്തിന് നമ്മൾ എന്ത് ചെയ്യണം, ടാക്സ് കൊടുക്കേണ്ടി വരും. ഇനി റിട്ടയർ ആയതിനു ശേഷം, അതാണ് ടെർമിനേഷൻ ഓഫ് സർവീസിന് അതായത് റിട്ടയർ ആയതിനു ശേഷമാണ് നമ്മൾ ആ എമൗണ്ട് വാങ്ങിക്കുന്നതെങ്കിൽ അതിനെ 2 ആയിട്ട് നമ്മൾ നോക്കണം. ഒന്ന് ഗവൺമെന്റ് എംപ്ലോയി ആണോ, അല്ലെങ്കിൽ അതർ എംപ്ലോയി, ഗവൺമെന്റ് എംപ്ലോയി അല്ലേ എന്നുള്ള ആ 2 കാറ്റഗറി ആയിട്ട് നമുക്ക് തിരിക്കേണ്ടത്. അതായത് ഗവൺമെന്റ് എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ അവിടെ ഫുള്ളി എക്സംപ്റ്റ് ആണ് അല്ലെ. ഇവിടെ നമുക്ക് ഗവൺമെന്റ് ജോലി കിട്ടണം എന്ന് നമ്മുടെ നമ്മളെ കഴിഞ്ഞ തലമുറയൊക്കെ വാശി പിടിക്കുന്നതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പോഴും അറിയണം. കാരണം എന്താ,
നമുക്കവിടെ ഗവൺമെന്റ് എംപ്ലോയിക്ക് ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള നിറയെ ബെനിഫിറ്റ്സ് ഉണ്ട്. നമ്മളിനി പഠിക്കുമ്പോഴൊക്കെ അറിയാൻ പറ്റും. ഓക്കെ, അതായത് സർവീസിൽ റിട്ടയർമെന്റോ സർവീസിനാണ് ഗ്രാറ്റുവിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് എംപ്ലോയി ആണോ അവിടെ അവർക്ക് ഫുള്ളി എക്സംപ്റ്റ് ആണ്. സെക്ഷൻ ഏതാണ്? 10(10)(1) അനുസരിച്ച് ഫുള്ളി എക്സംപ്റ്റ് ആണ്. ഈ ഗവൺമെന്റ് എംപ്ലോയി എന്നുള്ളത് സ്റ്റേറ്റ് ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ് അങ്ങനെയുള്ള എല്ലാവരും വരും. പക്ഷെ അതിൽ വരാത്തത് ഏതാണെന്ന് വെച്ചാൽ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ആണ് അതിൽ വരാത്തത്. കണ്ടോ, ബ്രാക്കറ്റിൽ ഇട്ടേക്കണോ? സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ആണ് അതിൽ വരാത്തത്. അതൊന്ന് നോട്ട് ചെയ്ത് തന്നെ നിങ്ങൾ പഠിക്കുക. അതുകൊണ്ടാണ് ഞാൻ ആ ചാർട്ടിൽ കൊടുത്ത്, ഈ ചാർട്ട് വെച്ച് നിങ്ങൾക്ക് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിരിക്കും. നിങ്ങൾക്ക് ഇനി റിവൈസ് ചെയ്യുമ്പോഴേക്ക് ഈസി ആയിരിക്കും. ഓക്കെ, അപ്പൊ ഗവൺമെന്റ് എംപ്ലോയി എന്നുള്ളത് എല്ലാവരും വരും. വരാത്തത് ഏതാണ്? സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ മാത്രമാണ്. അവർക്ക് ഗവൺമെന്റ് എംപ്ലോയിക്ക് റിട്ടയർമെന്റ് ടൈമിൽ കിട്ടുന്ന ഗ്രാറ്റുവിറ്റി എന്താണ്? ഫുള്ളി എക്സംപ്റ്റ് ആണ്. ഏത് സെക്ഷൻ ആണ്? 10(10)(1) അനുസരിച്ച്. ഇനി നോൺ ഗവൺമെന്റ് എംപ്ലോയി ഉണ്ട്, അതാണ് അതർ എംപ്ലോയി എന്ന് പറയുന്നത്. അതിലെന്താണ്? ഫോറിൻ ഗവൺമെന്റും ഇതിൽ പെടും. അതർ എംപ്ലോയിയിൽ എന്ത് വരും? ഫോറിൻ ഗവൺമെന്റും ഇതിൽ വരും. ഓക്കെ, ഇനി ആ അതർ എംപ്ലോയിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. അതർ എംപ്ലോയിക്ക് കവേർഡ് ബൈ പേയ്മെന്റ് ഗ്രാറ്റുവിറ്റി ആക്ട്. ഓക്കെ, ഗ്രാറ്റുവിറ്റി ആക്ടില് പേയ്മെന്റ് കവർ ചെയ്യുന്നുണ്ടോ എന്നുള്ളത്, അതല്ല നോട്ട് കവേർഡ് ബൈ പേയ്മെന്റ് ഗ്രാറ്റുവിറ്റി ആക്ട് ആണോ എന്ന് രണ്ടായിട്ട് ചോദിക്കും. അതായത് ഗവൺമെന്റ് എംപ്ലോയി അല്ല എന്നുണ്ടെങ്കിൽ, ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ ഫുള്ളി എക്സംപ്റ്റ്, അതിൽ പെടാത്ത സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ മാത്രമാണ്. ഇനി ഗവൺമെന്റ് എംപ്ലോയി അല്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഫോറിൻ ഗവൺമെന്റും പെടും. ഓക്കെ, ഇൻക്ലൂഡിങ് ഫോറിൻ ഗവൺമെന്റും വരും. ഇനി ഗവൺമെന്റ് എംപ്ലോയി അല്ല എന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? രണ്ടായിട്ട് തിരിക്കാം. ഗ്രാറ്റുവിറ്റി ആക്ട് കവർ ചെയ്യുന്നുണ്ടോ, പേയ്മെന്റ് ഗ്രാറ്റുവിറ്റി ആക്ട് കവർ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ കവർ ചെയ്യുന്നില്ലേ എന്ന് ചോദിക്കും. അതിന് സെക്ഷനാണ് 10(10)(2), 10(10)(3) എന്നുള്ളത്. ഗ്രാറ്റുവിറ്റി ആക്ട് കവർ ചെയ്യുന്നുണ്ടോ, കവർ ചെയ്യുന്നില്ലേ എന്നുള്ളത്. ഓക്കെ, ഗ്രാറ്റുവിറ്റി ആക്ട് കവർ ചെയ്യുന്നു എന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഒരു തരത്തിലാണ് അതിന്റെ കാൽക്കുലേഷൻസ്. ഇനി കവർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേറെ തരത്തിലാണ്. അതിൽ ഫസ്റ്റ് രണ്ട് സ്റ്റെപ്പ് രണ്ടിനും ഒരേപോലെയാണ്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വൽ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ്, എത്രയാണ് നമുക്ക് ആക്ച്വൽ ആയിട്ട് ഗ്രാറ്റുവിറ്റി കിട്ടിയതെന്ന് നോക്കും. രണ്ടെണ്ണത്തിനും ഒരേപോലെ നോക്കും. പിന്നെ അതിന്റെ സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 20 lakh ആണ്. സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ്, ഗ്രാറ്റുവിറ്റിയുടെ സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് എന്ന് പറയുന്നത് 20 lakh ആണ്. ഓക്കെ, അപ്പൊ ആക്ച്വൽ ഗ്രാറ്റുവിറ്റി എത്രയാണ് കിട്ടിയെന്നുള്ളത് ഫസ്റ്റ് സ്റ്റെപ്പ്. അതിൽ സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് എത്രയാണെന്ന് നോക്കും. അത് 20 lakh എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ഈ രണ്ട് സ്റ്റെപ്പും രണ്ടെണ്ണത്തിനും ഓക്കെയാണ്. ഏതിനൊക്കെ? കവേർഡ് ബൈ പേയ്മെന്റ് ഗ്രാറ്റുവിറ്റി ആക്ടിലും നോട്ട് കവേർഡ് ബൈ പേയ്മെന്റ് ഗ്രാറ്റുവിറ്റി ആക്ടിലും സെയിം ആയിട്ടാണ് പറയുന്നത്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പിൽ കവേർഡ് ബൈ പേയ്മെന്റ് ഗ്രാറ്റുവിറ്റി ആക്ട് ആണെന്നുണ്ടെങ്കിൽ 10(10)(2) അനുസരിച്ചാണെങ്കിൽ 15/26 ഇൻറ്റു കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് ഇൻറ്റു ലാസ്റ്റ് ഓൺ സാലറി എന്നുള്ളതാണ് എമൗണ്ട്. 15/26 എന്ന് പറഞ്ഞാൽ ഒരു മാസത്തിന്റെ പാതി, അതാണ് 15ൽ എടുത്തിരിക്കുന്നത്. ഈ 26 എന്തിനെടുത്തോ? 30 എടുക്കാൻ പാടില്ലായിരുന്നോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ 26 എടുക്കാൻ കാരണം എല്ലാ മാസത്തിലും ഒരു 4 സൺഡേ വരുന്നുണ്ട്. ആ സൺഡേ മൈനസ് ചെയ്യണോണ്ടാണ് അവിടെ 26 എന്ന് കാണിച്ചേക്കണത്. ഓക്കെ, അതാണ് 15/26 എന്ന് എടുത്തേക്കണത്. ഇൻറ്റു കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ്, അതായത് ആ വ്യക്തി ഈ സ്ഥാപനത്തിൽ എത്ര വർഷം കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളതാണ് കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് എന്നുള്ളതുകൊണ്ട് കാണിക്കണേ. പിന്നെ ലാസ്റ്റ് ഓൺ സാലറി, ആ വ്യക്തി ലാസ്റ്റ് ആയിട്ട് എത്ര സാലറിയാണ് വാങ്ങിയത്, അതാണ് കവേർഡ് ബൈ പേയ്മെന്റ് ഗ്രാറ്റുവിറ്റി ആക്ട് 10(10)(2) പറഞ്ഞത്. അപ്പൊ എന്താണ് അതിന്റെ സ്റ്റെപ്പ് 3? ആക്ച്വൽ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് 20 lakh, 15/26 ഇൻറ്റു കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് ഇൻറ്റു ലാസ്റ്റ് ഓൺ സാലറി. ഇതിൽ മൂന്നെണ്ണത്തിലും ഏതാണോ കുറവ് അതാണ് ആക്ച്വൽ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് എമൗണ്ടിൽ നിന്ന് മൈനസ് ചെയ്യണത്. അതായത് അതാണ് എക്സംഷൻ എമൗണ്ട്. അത് ആക്ച്വൽ ഗ്രാറ്റുവിറ്റി റിസീവിൽ നിന്ന് മൈനസ് ചെയ്യും. ബാലൻസ് ഉള്ളതാണ് ടാക്സബിൾ ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, ഇനി നോട്ട് കവേർഡ് ബൈ പേയ്മെന്റ് ഗ്രാറ്റുവിറ്റി ആക്ട് അതെന്താണ്? അത് ഞാൻ പറഞ്ഞു ഫസ്റ്റ് രണ്ട് സ്റ്റെപ്പും ഇതിന് സെയിം ആണെന്ന് പറഞ്ഞു. ഇനി തേർഡ് സ്റ്റെപ്പിൽ 1/2, ഏതിനും ഒരു ആവറേജ് കാണുന്നുള്ളൂ. അതിനിങ്ങനെ 1/2 ഇൻറ്റു കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ്, രണ്ടെണ്ണത്തിലും സെയിം ആയിരുന്നു അല്ലെ? കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് ഇൻറ്റു ആവറേജ് സാലറി ഓഫ് ലാസ്റ്റ് 10 months. ലാസ്റ്റ് 10 monthsന്റെ ആവറേജ് സാലറി കാണണം. ലാസ്റ്റ് 10 മാസത്തിന്റെ ആവറേജ് സാലറിയാണ് നോട്ട് കവേർഡ് ബൈ പേയ്മെന്റ് ഗ്രാറ്റുവിറ്റി ആക്ടിൽ കണ്ടത്. ഇവിടെ പേയ്മെന്റ് ഗ്രാറ്റുവിറ്റി ആക്ട് ആണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഓൺ സാലറി മാത്രം കണ്ടാൽ മതിയായിരുന്നു. നോട്ട് കവേർഡ് ആണെങ്കിലോ ആവറേജ് സാലറി ഓഫ് ലാസ്റ്റ് 10 months കാണണം. ഓക്കെ, അപ്പൊ ഗ്രാറ്റുവിറ്റി എന്നുള്ളത് കൊണ്ട് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്?
ഗ്രാറ്റുവിറ്റി ആണെങ്കിൽ 10-10 വരുന്നത്. അത് 3 തരത്തിൽ നമുക്ക് കാണാം. ഒന്ന് കണ്ടിന്യൂഷൻ ഓഫ് സർവീസ്. കണ്ടിന്യൂഷൻ ഓഫ് സർവീസിൽ ഗവൺമെന്റ് എംപ്ലോയിയോ നോൺ ഗവൺമെന്റ് എംപ്ലോയിയോ എമൗണ്ട് വാങ്ങിയിരുന്ന അത് ഫുള്ളി ടാക്സബിൾ ആണ്. രണ്ടാമത്തെ ടെർമിനേഷൻ ഓഫ് സർവീസ്. ടെർമിനേഷൻ ഓഫ് സർവീസ് ആണെങ്കിൽ ഗവൺമെന്റ് എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ അതിൽ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ഇൻക്ലൂഡ് ചെയ്യില്ല. ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ ഫുള്ളി എക്സംപ്റ്റ് ആണ് സെക്ഷൻ 10(10)(1) അനുസരിച്ച്. ഇനി നോൺ ഗവൺമെന്റ് എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ അതിൽ ഫോറിൻ ഗവൺമെന്റ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതിന് രണ്ടായിട്ട് തിരിക്കാം. കവേർഡ് ബൈ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് എന്നും 10(10)(2) അനുസരിച്ച്, നോട്ട് കവേർഡ് ബൈ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് എന്നും 10(10)(3) അനുസരിച്ച്. ഇനി കവേർഡ് ബൈ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് ആണെന്നുണ്ടെങ്കിൽ actual gratuity received 20 lakh 15 divided by 26 into completed year of services into last round salary. Not covered by payment of gratuity act 10(10)(3) അനുസരിച്ചാണെങ്കിൽ actual gratuity received 20 lakh 1/2 into completed year of services into average salary of last 10 months. Okay. ഇനി ഇതില് സാലറി എന്ന് പറഞ്ഞ ഏതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് സാലറി നോക്കാം. ഫസ്റ്റ് കവേർഡ് ബൈ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് നോക്കാം. അതില് സാലറി എന്ന് പറയുന്നത് ബേസിക് പ്ലസ് ഡി എ ആണ്. ഡി എ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് റിട്ടയർമെന്റ് ബെനിഫിറ്റിന്റെ ഭാഗമാണെങ്കിലും അല്ലെങ്കിലും ഏതിൽ ഇൻക്ലൂഡ് ചെയ്യും? കവേർഡ് ബൈ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ടില് സാലറി എന്നുള്ളതിൽ ഇൻക്ലൂഡ് ചെയ്യും. ബേസിക് ഡി എ സാലറി എന്നുള്ളത് നമുക്ക് ഇത്രയും പഠിച്ചപ്പോൾ തന്നെ മനസ്സിലായി. എത്രയോ ടേംസ് കൂടിയതാണ് സാലറി എന്നുള്ളത്. ബേസിക്, ഡി എ, ഫീ, കമ്മീഷൻ, ബോണസ് അങ്ങനെ ഒത്തിരി ഇൻക്ലൂഡ് ചെയ്യും. പക്ഷെ ഇതില് അതായത് ഗ്രാറ്റുവിറ്റി ആക്ടിന്റെ കവേർഡ് ബൈ പേയ്മെന്റ് ഗ്രാറ്റുവിറ്റി ആക്ട് 10(10)(2) അനുസരിച്ച് സാലറി എന്ന് പറയുന്നത് ബേസിക് പ്ലസ് ഡി എ ആണ്. അത് റിട്ടയർമെന്റ് ബെനിഫിറ്റിന്റെ ഭാഗമാണെങ്കിലും അല്ലെങ്കിലും ഡി എ എന്നുള്ളത് നമ്മൾ അങ്ങനെ തന്നെ എടുക്കും. ഓക്കെ. ഇനി ഇതിൽ രണ്ടാമത് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് എന്ന് നമ്മൾ തേർഡ് പോയിന്റിൽ പഠിച്ചു അല്ലെ. കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് എന്നുള്ളത് ആ കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് എന്ന് പറയുമ്പോൾ ഒരാൾ കറക്റ്റ് ആയിട്ട് ആ 12 months അല്ലെങ്കിൽ 37 years എന്നുള്ളത് വെച്ച് ആരും റിട്ടയർ ആവില്ല. ഒന്നില്ലെങ്കിൽ അത് 1 month 2 months 6 months 8 months 9 months അങ്ങനെയൊക്കെ വരാം. ഓക്കെ. അങ്ങനെ വരാൻ നേരത്തേക്കും നമ്മൾ എന്ത് ചെയ്യും? അത് റൗണ്ട് ഓഫ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അങ്ങനെ ഇതിന് റൗണ്ട് ഓഫ് ചെയ്യാൻ പറ്റും. കവേർഡ് ബൈ ഗ്രാറ്റുവിറ്റി ആക്ട് ആണെന്നുണ്ടെങ്കിൽ അതിന് റൗണ്ട് ഓഫ് ചെയ്യാൻ പറ്റും. പക്ഷെ എത്ര വരണം? 5 കൂടുതലല്ല വരേണ്ടത്. 5 months കൂടുതലല്ല വരേണ്ടത്. 6 months കൂടുതൽ വരണം. 6 months കൂടുതൽ വന്നാൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ 36 months ആൻഡ് 36 years ആൻഡ് 6 months എന്ന് പറയുകയാണെങ്കിൽ 36 തന്നെ ആക്കാൻ പറ്റുള്ളൂ. 36 years ആൻഡ് 7 months എന്ന് പറയുവാണെങ്കിൽ 37 ആക്കാൻ പറ്റുള്ളൂ. ഓക്കെ. ഇനി 20 lakh ആണ് നമുക്കുള്ളത്. എന്ത്? സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ്. ഗ്രാറ്റുവിറ്റിയിലെ സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് എന്ന് പറയുന്നത് 20 lakh ആണ്. ഇതിനു മുന്നേ നമ്മൾ ഏതെങ്കിലും ഒരു എംപ്ലോയറുടെ കീഴിലിരുന്ന് ഗ്രാറ്റുവിറ്റി ഇതിനു മുന്നേ നമ്മൾ റിസീവ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് ഈ 20 lakhലിരുന്ന് മൈനസ് ചെയ്യണം. ബാലൻസ് മാത്രമേ ഇവിടെ കാണിക്കാൻ പാടുള്ളൂ. ഇതിൽ ആ സെക്കൻഡ് പോയിന്റിൽ കാണിക്കാൻ പാടുള്ളൂ. കാരണം ഈ തേർഡ് പോയിന്റും നമ്മൾ എഴുതണ ഏതാണ്? ഇതിൽ ഏതാണ് കുറവ് എന്ന് നോക്കിയിട്ട് അത് എക്സംഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. അപ്പോൾ ഇതിന് പ്രീവിയസ് എംപ്ലോയറിൽ നിന്ന് പ്രീവിയസ് ഏതെങ്കിലും ഒരു ഇയറിൽ നമ്മൾ ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു എംപ്ലോയർ കയ്യിൽ നിന്ന് നമ്മൾ ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ എക്സാമ്പിളിന് 5 lakh ഞാൻ ഒരു 2 വർഷം മുന്നേ അല്ലെങ്കിൽ ഒരു 10 വർഷം മുന്നേ ഒരു എംപ്ലോയറുടെ കയ്യിൽ നിന്ന് ഒരു 5 lakh ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്തു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പോയിന്റ് എഴുതാൻ നേരത്ത് സെക്കൻഡ് പോയിന്റ് ആയിട്ട് 20 lakh എഴുതാൻ പാടില്ല. എത്രയാണോ റിസീവ് ചെയ്തത് 5 lakh എന്നല്ലേ പറഞ്ഞു. അപ്പൊ 20 lakh മൈനസ് 5 lakh 15 lakh ആയിരിക്കണം ഈ സെക്കൻഡ് പോയിന്റിൽ എഴുതേണ്ടത്. സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് എന്നുള്ളത് 15 lakh എഴുതാം. അപ്പൊ ആക്ച്വൽ ഗ്രാറ്റുവിറ്റി എത്രയാണോ ഈ വർഷം കിട്ടുന്നത് അത് എഴുതാം. പ്ലസ് 20 lakh അല്ല എഴുതേണ്ടത്, മുന്നേ ഏതെങ്കിലും ഒരു വർഷത്തിൽ നമ്മൾ ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എഴുതണം 15 lakh. പിന്നെ എന്താണ് തേർഡ് പോയിന്റ് അതേപോലെ തന്നെ. ഓക്കെ. ഇനി അടുത്തത്, ഇനി എത്ര എംപ്ലോയറുടെ കയ്യിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് ഗ്രാറ്റുവിറ്റി എമൗണ്ട് റിസീവ് ചെയ്യാം. പക്ഷെ ഒരിക്കലും 20 lakh കൂടുതലാവാനായിട്ട് പാടില്ല. ഓക്കെ. ആ സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റിനേക്കാളും കൂടുതൽ വരാനായിട്ട്
നമുക്ക് പാടില്ല. ഓക്കെ, അതിനേക്കാൾ കൂടുതലായിട്ട് ഡിഡക്ഷൻ കിട്ടില്ല, അത്രയും ഡിഡക്ഷൻ കിട്ടുള്ളൂ എന്നാണ് മീനിങ്. അത്രയും നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് അനുവദിക്കുള്ളൂ, അതിൽ കൂടുതൽ നമുക്ക് ഡിഡക്ഷൻ കിട്ടില്ല. ഓക്കെ, ഇനി നോട്ട് കവേർഡ് ബൈ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 10(10)(3) അനുസരിച്ച് നോട്ട് കവേർഡ് ബൈ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഇതേപോലെ 3 പോയിന്റ് ഉണ്ടെന്ന്. ഒന്ന്, ആക്ച്വൽ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് 20 lakh 1/2 into completed year of services into average salary of last 10 months. ഇതില് സാലറി എന്ന് പറഞ്ഞ ബേസിക് പ്ലസ് ഡി എ പ്ലസ് കമ്മീഷൻ. അതില് ഡി എ എന്ന് പറയുന്നത് റിട്ടയർമെന്റ് ബെനിഫിറ്റിന്റെ ഭാഗമായിരിക്കണം. അപ്പൊ കവേർഡ് ബൈ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഡി എ എന്ന് പറയുന്നത് റിട്ടയർമെന്റ് ബെനിഫിറ്റിന്റെ ഭാഗമാവണ്ട. ഓക്കെ, ഇവിടെ നോട്ട് കവേർഡ് ആണെന്നുണ്ടെങ്കിൽ ഡി എ എന്ന് പറയുന്നത് റിട്ടയർമെന്റ് ബെനിഫിറ്റിന്റെ ഭാഗമായിരിക്കണം. പ്ലസ് കമ്മീഷൻ, നമ്മൾ പറഞ്ഞു 2 തരത്തിലുള്ള കമ്മീഷൻ ഉണ്ടെന്ന്. അതിൽ പെർസെൻറ്റേജ് ഓഫ് ടേൺ ഓവർ അനുസരിച്ചാണ് കമ്മീഷൻ കൊടുക്കുന്നതെങ്കിൽ മാത്രമേ ഈ നോട്ട് കവേർഡ് ബൈ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ടിൽ വരുള്ളൂ. അപ്പൊ കവേർഡ് ബൈ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് ആണെങ്കിൽ ബേസിക് പ്ലസ് ഡി എ മാത്രമാണ്, ഓൾ ഡി എ അല്ലെ, എനി ഡി എ. ഇനി ഇവിടെയാണെന്നുണ്ടെങ്കിൽ നോട്ട് കവേർഡ് ബൈ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് ആണെങ്കിലോ സാലറി എന്ന് പറയുന്നത് ബേസിക് പ്ലസ് ഡി എ റിട്ടയർമെന്റ് ബെനിഫിറ്റിന്റെ ഭാഗമായിരിക്കണം. പ്ലസ് കമ്മീഷൻ ആസ് എ പെർസെൻറ്റേജ് ഓഫ് ടേൺ ഓവറിന്റെ പെർസെൻറ്റേജിലായിരിക്കണം കമ്മീഷൻ കിട്ടുന്നത്. ഇനി കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് എന്നുള്ളടത്ത് നമ്മൾ കവേർഡ് ബൈ ഗ്രാറ്റുവിറ്റി ആക്ടില് ഫ്രാക്ഷൻ എന്ത് ചെയ്യാം, എക്സസ് ഓഫ് 6 months ഇരുന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഒരു ഹോൾ ഇയർ ആയിട്ട് എടുക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ നോട്ട് കവേർഡില് അങ്ങനെ എടുക്കാൻ പാടില്ല. ഫ്രാക്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് 6 months 9 months എന്ന് പറഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യണം, അതിന് ഒഴിവാക്കി വിടണം. അങ്ങനെ ഫ്രാക്ഷൻ എടുക്കാനായിട്ട് പാടില്ല നോട്ട് കവേർഡ് ബൈ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ടില്. ഓക്കെ, പിന്നെ 3ഉം 4ഉം പോയിന്റ് സെയിം ആണ്. എന്താണ്, 20 lakh ഏതെങ്കിലും ഒരു എംപ്ലോയറുടെ കയ്യിൽ നിന്ന് നമുക്ക് പ്രീവിയസ് ഏതെങ്കിലും ഒരു ഇയർ നമ്മൾ ഗ്രാറ്റുവിറ്റി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഇപ്പോൾ നമ്മൾ ഗ്രാറ്റുവിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആ എമൗണ്ട് മൈനസ് ചെയ്തിടണം. പിന്നെ എത്ര എംപ്ലോയറുടെ കയ്യിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് ഗ്രാറ്റുവിറ്റി വാങ്ങാം, പക്ഷേ അതിന് ടോട്ടലായിട്ട് 20 lakh വരെയൊക്കെ ഡിഡക്ഷൻ കിട്ടുള്ളൂ, അതിൽ കൂടുതൽ കിട്ടില്ല. ഓക്കെ, അപ്പോൾ കവേർഡ് ബൈ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് നോട്ട് കവേർഡ് ബൈ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ടിലും ഡിഫറൻസ് മനസ്സിലായോ? ഇവിടെ കവേർഡ് ബൈ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് ആണെന്നുണ്ടെങ്കിൽ ബേസിക് പ്ലസ് ഡി എ ആണ് സാലറി എന്ന് പറയുന്നത്. നോട്ട് കവേർഡ് ബൈ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് ആണെങ്കിലോ ബേസിക് പ്ലസ് ഡി എ റിട്ടയർമെന്റ് ബെനിഫിറ്റിന്റെ ഭാഗമായിരിക്കണം. പ്ലസ് കമ്മീഷൻ ആസ് എ പെർസെൻറ്റേജ് ഓഫ് ടേൺ ഓവർ. ഇവിടെ ഫ്രാക്ഷൻ എടുക്കാം. കവേർഡ് ബൈ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് ആണെങ്കിൽ ഫ്രാക്ഷൻ ഉണ്ടാവും. എക്സസ് ഓഫ് 6 months 6 monthsലും കൂടുതൽ ഇരുന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, ഹോൾ ഇയർ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. പക്ഷേ ഇവിടെ നോട്ട് കവേർഡ് ബൈ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് ആണെന്നുണ്ടെങ്കിൽ ഫ്രാക്ഷനെ ഇഗ്നോർ ചെയ്ത് കളയണം. ഓക്കെ, ഇതാണ് ഗ്രാറ്റുവിറ്റിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി അടുത്ത ഒരെണ്ണം ഉണ്ട്. ഇപ്പൊ നമ്മൾ 2 എണ്ണം പറഞ്ഞു. എന്താണ്, കണ്ടിന്യൂവേഷൻ ഓഫ് സർവീസും പറഞ്ഞു, റിട്ടയർമെന്റും പറഞ്ഞു. ഇനി എടുത്ത എന്താണ്, ഡെത്ത് ഓഫ് എംപ്ലോയി അല്ലെ. എംപ്ലോയി ഡെത്ത് ആയതിനു ശേഷം, മരണപ്പെട്ടതിന് ശേഷമാണ് അവർക്ക് ആ ഗ്രാറ്റുവിറ്റി എമൗണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അവരുടെ ലീഗൽ ഹയേഴ്സിനായിരിക്കും അത് കിട്ടണത്. അവിടെ അതൊരിക്കലും എന്താവില്ല, ടാക്സബിൾ ആവില്ല. അവരുടെ കയ്യിൽ അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നോൺ ടാക്സബിൾ ആണ്. അപ്പൊ 3 പോയിന്റ് നമ്മൾ പറഞ്ഞു. കണ്ടിന്യൂവേഷൻ ഓഫ് സർവീസിൽ കിട്ടുന്നത്, ടെർമിനേഷൻ ഓഫ് സർവീസിൽ പറഞ്ഞത്, ആഫ്റ്റർ ഡെത്ത് ഓഫ് എംപ്ലോയിയും കിട്ടണം. ഓക്കെ, ഇതില് ഈ എക്സ്ട്രാ നോട്ട് എന്ന് എഴുതിയത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു പഠിക്കണം. ഓക്കെ, ഇവിടെ കവേർഡ് ബൈ എന്നാണെങ്കിൽ ലാസ്റ്റ് ഓൺ സാലറി മാത്രമേ എടുക്കുള്ളൂ. ഇവിടെ ആണെങ്കിൽ ആവറേജ് സാലറി ഓഫ് ലാസ്റ്റ് 10 monthsന്റെ ആവറേജ് സാലറി ആണ് എടുക്കുന്നത്. ഓക്കെ, ഇനി ചില ഇതില് നമുക്ക് എംപ്ലോയീസിന്റെ അടുത്ത് പറയും സീസണൽ എസ്റ്റാബ്ലിഷ്മെന്റ്, സീസണൽ ടൈമിൽ മാത്രം അവർ വന്ന് വർക്ക് ചെയ്താൽ മതി എന്ന് പറയും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ 15 days 15 divided by 26 എന്നുള്ളതില്ലേ, അതിന് 15 പകരം 7 ആയിരിക്കും എടുക്കുന്നത്. 7 divided by 26 into completed year of services into salary per month എന്നുള്ളതായിരിക്കും എടുക്കുന്നത്. ഏത്, സീസണൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആണ്. സീസണൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആണെന്ന് പറഞ്ഞാൽ അവിടെ എടുക്കുന്നത് എന്തായിരിക്കും, ബാലൻസ് ഒന്നിനും വ്യത്യാസമില്ല. എന്ത് എടുക്കുള്ളൂ, 15 daysന് പകരമായിട്ട് നമ്മൾ 7 days എടുക്കുള്ളൂ. 7 divided by 26 into completed year of services into salary per month എന്നാണ് എടുക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ ഒരു പ്രോബ്ലം നോക്കാം.
An employee of ABC Limited received 8,05,000 as gratuity under the Payment of Gratuity Act 1972. He retired on 10th September 2022 after rendering service for 35 years and 7 months. Last on salary was 32,700 per month. Calculate the amount of gratuity chargeable to tax. ഓക്കെ, ലാസ്റ്റ് ഓൺ സാലറി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇതെന്താണ്? അണ്ടർ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് അനുസരിച്ചാണ്. അപ്പൊ എന്താണ്? കവേർഡ് ബൈ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് ആണ്. നമ്മളിവിടെ പഠിച്ചു അല്ലെ, കവേർഡ് എന്നൊന്നുണ്ട്, നോട്ട് കവേർഡ് എന്നുണ്ടെന്ന്. ഇതില് കവേർഡ് ആണ്. പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് എന്നുള്ളത് എന്താണ്? കവേർഡ് ആണെന്ന് ഇവിടെ പറയുന്നുണ്ട്. അണ്ടർ എന്താണ് 8,05,000 നമുക്ക് ഗ്രാറ്റുവിറ്റി ആയിട്ട് കിട്ടിയത് പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് അനുസരിച്ചാണ്. അതിന്റെ ഇതിലാണ് നമുക്ക് കിട്ടിയെന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ അതിന്റെ ഫോർമുല എന്തായിരിക്കുള്ളൂ? ആക്ച്വൽ ഗ്രാറ്റുവിറ്റി എത്രയാണോ അത് എഴുതുക. ഓക്കെ, ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് എത്രയാണ്? 8,05,000. പാർട്ടിക്കുലേഴ്സ് ഡീറ്റെയിൽസ് എമൗണ്ട് എന്ന് പറഞ്ഞ കോളം വരയ്ക്കുക. എന്നിട്ട് ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് എത്രയാണ്? 8,05,000. ഇതിന് എത്ര എക്സംഷൻസ് നമുക്ക് കിട്ടും എന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. കാരണം എന്താ? ആക്ച്വൽ ഗ്രാറ്റുവിറ്റി എന്നുള്ളത് അവർ തന്നിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് നമുക്ക് എത്ര എക്സംഷൻസ് എടുക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അതിന് വേണ്ടിയിട്ടുള്ള 3 സ്റ്റെപ്പാണ് നമ്മൾ പഠിച്ചത്. എന്താണ്? ഒന്ന് ആക്ച്വൽ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ്. എത്രയാണ് ആക്ച്വൽ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ്? 8,05,000. സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് എത്രയാണ്? സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് 20 lakh. പിന്നെ മൂന്നാമത്തെ പോയിന്റ് എന്താണ്? 15 divided by 26. എന്തുകൊണ്ടാണ് മൂന്നാമത്തെ പോയിന്റ്? അതായത് ഇത് പേയ്മെന്റ് കവേർഡ് ആണ്. കവേർഡ് ബൈ പേയ്മെന്റ് ഗ്രാറ്റുവിറ്റി ആക്ട് ആണ്. ഓക്കെ, അതുകൊണ്ട് 15 divided by 26 into completed year of services into salary per month. 15 divided by 26 into completed year of service. Completed year of service എന്ന് പറയുന്നത് എത്രയാണ്? 35 years and 7 months. 6 months കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താക്കി എടുക്കാം? 1 വർഷവും കൂടി എക്സ്ട്രാ ആയിട്ട് എടുക്കാം. അതായത് 35 years 7 months എന്നുള്ളത് 36 years ആക്കി എടുക്കാം. അപ്പോൾ 15 divided by 26 into 36 into ലാസ്റ്റ് ഓൺ സാലറി. ലാസ്റ്റ് ഓൺ സാലറി എത്രയാണ്? 32,700. ഓക്കെ, അത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും? 6,79,154. ഈ 3 എണ്ണത്തിലും ഏതാണ് കുറവെന്ന് നോക്കണം. ഏതാ കുറവായിട്ട് പറഞ്ഞേ? 6,79,154. അപ്പൊ ഇതാണ് നമുക്ക് കിട്ടുന്ന എക്സംഷൻ ആയിട്ട് കിട്ടുന്നത്. ബാലൻസ് ഉള്ള 8,05,000 നിന്ന് 6,79,154 മൈനസ് ചെയ്ത് ബാലൻസ് ഉള്ളതിനാണ് ടാക്സബിൾ ഗ്രാറ്റുവിറ്റി ആയിട്ട് വരുന്നത്. എത്രയാണ്? 1,25,846 ആണ് നമുക്ക് ടാക്സബിൾ ഗ്രാറ്റുവിറ്റി ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി ഇല്ലുസ്ട്രേഷൻ 3. മിസ്റ്റർ ഒ റിട്ടയർ ഫ്രം ഹിസ് ജോബ് ആഫ്റ്റർ 29 years 6 months and 15 days of service on 17/12/2022 and received gratuity 4 lakh. His salary at the time of retirement സമയത്ത് ബേസിക് 6,000 ആയിരുന്നു. അത് പെർ മന്തിലാണ് തന്നിരിക്കുന്നത്. DA 1,200 ആയിരുന്നു. ഹൗസ് റെന്റ് അലവൻസ് 2,000. കമ്മീഷൻ ഓൺ ടേൺ ഓവർ 1%. കമ്മീഷൻ ഓൺ പ്രോഫിറ്റ് 5,000. He got an increment on 1/4/2022. അല്ലെ, ഇൻക്രിമെന്റ് കിട്ടിയിട്ടുണ്ട്. എന്നാ 1/4/2022 ബേസിക്കലി ഒരു 1,000 rupees ഇൻക്രിമെന്റ് കിട്ടിയിട്ടുണ്ട്. എന്നാ റിട്ടയർഡ് ആയത്? ഏപ്രിലിൽ കിട്ടി, ഡിസംബറിലാണ് റിട്ടയർ ആയത്. അത് നോക്കാം. ഓക്കെ, ടേൺ ഓവർ അച്ചീവ്ഡ് ബൈ അസസി 1 lakh ആണ്. Okay, calculate his taxable gratuity if he is government employee, non-government employee, covered by payment of gratuity act, not covered by payment of gratuity act. അങ്ങനെ 3 തരത്തിൽ നമ്മളുടെ അടുത്ത് ഗ്രാറ്റുവിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ എന്താണ് നമ്മൾ നോക്കേണ്ടത്? 3 തരത്തിൽ. ഫസ്റ്റ് ഗവൺമെന്റ് എംപ്ലോയി ആണ്. ഗവൺമെന്റ് എംപ്ലോയി ആണ്. അതിലെന്താണ്? നമുക്ക് റിട്ടയർ ആയതിനു ശേഷമാണ് ഗ്രാറ്റുവിറ്റി എമൗണ്ട് കിട്ടിയിരിക്കുന്നത് അല്ലെ. റിട്ടയർഡ് ആയതിനു ശേഷമാണ്. കണ്ടിന്യൂഷൻ ഓഫ് സർവീസ് ആണെങ്കിൽ എല്ലാവർക്കും എന്തായിരുന്നേനെ? എല്ലാവർക്കും അത് ഫുള്ളി ടാക്സബിൾ ആയനെ. പക്ഷെ ഗവൺമെന്റ് എംപ്ലോയി ആണ്. റിട്ടയർ ആയതിനു ശേഷമാണ് നമുക്ക് ഗ്രാറ്റുവിറ്റി എമൗണ്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഫുള്ളി എക്സംപ്റ്റ് ആണ്. ഓക്കെ, ഗവൺമെന്റ് ഫസ്റ്റ് കേസ് എന്താണ്? ഗവൺമെന്റ് എംപ്ലോയി. ഗവൺമെന്റ് എംപ്ലോയിക്ക് ടാക്സബിൾ എമൗണ്ട് എന്ന് പറഞ്ഞാൽ നില്ലാണ്. ഏതാണ്? സെക്ഷൻ 10(10)(1) അനുസരിച്ച്. ഓക്കെ, ഇനി ബിയും എന്താണ്? നോൺ ഗവൺമെന്റ് എംപ്ലോയി ആണ്. കവേർഡ് ബൈ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് ആണ്. അതും പിന്നെ എന്താണ്? നോൺ ഗവൺമെന്റ് എംപ്ലോയി നോട്ട് കവേർഡ് ബൈ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട്. അതാണെങ്കിൽ എങ്ങനെയാണെന്നുള്ളത് കാണാം. അത് രണ്ടിനും നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക്
രണ്ടിനും എന്ത് ചെയ്യണം, നമുക്ക് എത്രമാത്രം എക്സംഷൻസ് കിട്ടും എന്നുള്ളത് നോക്കണം. അതിന് ഫസ്റ്റ് എന്താണ്, എത്രയാണ് ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്തതെന്നുള്ളത് നോക്കാം. എത്രയാണ് ഗ്രാറ്റുവിറ്റി എമൗണ്ട് ആണ് റിസീവ് ചെയ്തത്? 4 lakh ആണ് ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്തത്. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് എഴുതാം, ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ 4 lakh എഴുതാം എമൗണ്ട്. ഇനി എത്ര ഇതിൽ നിന്ന് എക്സംഷൻ കിട്ടും എന്നുള്ളത് നമ്മൾ 3 സ്റ്റെപ്പ് പഠിച്ചു. എത്രയാണ് ആക്ച്വൽ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. എന്ത് ചെയ്യണം, അത് 4 lakh ആണ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്, സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ്, സ്റ്റാറ്റ്യൂട്ടറി എമൗണ്ട് ആണ് സെക്കൻഡ് സ്റ്റെപ്പ്. എത്രയാണ്? 20 lakh. രണ്ടെണ്ണത്തിനും അത് ഓക്കെ ആണ്. കവേർഡ് ആണെങ്കിലും നോട്ട് കവേർഡ് ആണെങ്കിലും ഫസ്റ്റ് 2 സ്റ്റെപ്പ് സെയിം ആണ്. ഇനി തേർഡ് സ്റ്റെപ്പ് എന്താണ്, കവേർഡ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്, 15 ഡിവൈഡഡ് ബൈ 26 ഇൻറ്റു കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസസ് ഇൻറ്റു ലാസ്റ്റ് ഓൺ സാലറി അല്ലെ. കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് എന്ന് പറയുമ്പോൾ അതിൽ ഫ്രാക്ഷൻ നമുക്ക് എടുക്കാം. എങ്ങനെയാണ്, എത്ര വർഷത്തെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അവരുടെ ജോബ്? 29 years and 6 months 15 days. 6 months കൂടുതൽ വന്നിട്ടില്ലേ? അപ്പോൾ എത്ര വരാം? 30 years ആയിട്ട് എടുക്കാം. ലാസ്റ്റ് ഓൺ സാലറി എന്ന് പറയുന്നത്, ലാസ്റ്റ് ഓൺ സാലറി എത്രയാണ്? റിട്ടയർമെന്റിന്റെ സമയത്ത് 6,000 ബേസിക് ആയിട്ടും DA 1,200 ആണ്. 7,200 ആണ് അവർക്ക് കവേർഡ് ബൈ ഗ്രാറ്റുവിറ്റി ആക്ടിലെ ലാസ്റ്റ് ഓൺ സാലറി ആയിട്ട് വരുന്നത്. അപ്പോൾ 15 ഡിവൈഡഡ് ബൈ 26 ഇൻറ്റു 30 ഇൻറ്റു 7,200 ആണ് എന്തില്, ബിയില് നമ്മൾ തേർഡ് പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ എത്ര വരും? 1,24,615. 4 lakh, 20 lakh, 1,24,615. ഇതിൽ ഏതാണ് ഏറ്റവും കുറവായിട്ടുള്ളത്? 1,24,615 ആണ്. സോ 4 lakhലിരുന്ന് 1,24,615 ആണ് എക്സംഷൻ ആയിട്ട് കിട്ടുന്നത്. അതാണ് അതിൽ നിന്ന് മൈനസ് ചെയ്യേണ്ടത്. അപ്പൊ ബാലൻസ് എത്രയാണ് ടാക്സബിൾ ഗ്രാറ്റുവിറ്റി ആയിട്ട് വരുന്നത്? 2,75,385. ഓക്കെ. ഇനി സിയില് നോട്ട് കവേർഡ് ബൈ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട്. നോട്ട് കവേർഡ് ബൈ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ടില് ഫസ്റ്റ് 2 സ്റ്റെപ്പും സെയിം ആണ്. എന്താണ്, ആക്ച്വൽ ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്യണമെന്ന് 4 lakh ആണ്, സ്റ്റാറ്റ്യൂട്ടറി എമൗണ്ട് 20 lakh ആണ്. തേർഡ് സ്റ്റെപ്പിന് കുറച്ച് ഡിഫറൻസ് ഉണ്ട്. എന്താണ്, 1/2 ഇൻറ്റു കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് ഇൻറ്റു സാലറി പെർ മന്ത്. ഓക്കെ. കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ഫ്രാക്ഷൻ എടുക്കില്ല. നോട്ട് കവേർഡിൽ ഫ്രാക്ഷൻ എടുക്കില്ല. അപ്പൊ 29 years 6 months and 15 days എന്നുള്ളത് എന്തേ എടുക്കുള്ളൂ, നമ്മൾ 29 years ആയിട്ട് മാത്രമേ എടുക്കുള്ളൂ. അപ്പോൾ 1/2 ഇൻറ്റു 29. ഇനി ലാസ്റ്റ് സാലറി പെർ മന്ത് അല്ലെ, ആവറേജ് സാലറി 10 months ആവറേജ് സാലറി എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ആവറേജ് സാലറി കാണാനായിട്ട് നമ്മളുടെ അടുത്ത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. റിട്ടയർ ആയത് എന്നാണ്, ഡിസംബറിലാണ് റിട്ടയർ ആയതെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇൻക്രിമെന്റ് കിട്ടണമെങ്കിൽ കൂടി നോക്കണം. 10 monthsന്റെ സാലറി എടുക്കേണ്ടത് അല്ലെ. ഇൻക്രിമെന്റ് വന്നത് ഏപ്രിലിൽ ഇരുന്നാണ്. അപ്പൊ 1000 രൂപയാണ് ഇൻക്രിമെന്റ് വന്നത്. അപ്പൊ ഏപ്രിലിന് മുന്നേ മാർച്ചിൽ അവർക്ക് എത്ര ഉണ്ടായിരുന്നുള്ളൂ? ഈ ബേസിക്കില് 6,000 ഉണ്ടായിരുന്നില്ല, 5,000 ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള കാര്യം ഓർത്ത് വെക്കാം. ഓക്കെ. ഇനി അതിന്റെ 10 months കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ എന്താണ്, നമ്മൾ ഡിസംബറിലാണ് റിട്ടയർ ആയത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിന് മുന്നേ ഉള്ള 10 മാസം എടുക്കാൻ പറഞ്ഞിരിക്കണേ. അപ്പോൾ നവംബർ, ഒക്ടോബർ, സെപ്റ്റംബർ, ഓഗസ്റ്റ്, ജൂലൈ, ജൂൺ, മെയ്, ഏപ്രിൽ, മാർച്ച്, ഫെബ്രുവരി. നമുക്കറിയാം ഏപ്രിലിൽ ഇരുന്നാണ് നമുക്ക് ഇൻക്രിമെന്റ് വന്നതെന്ന് ബേസിക്കില്. അപ്പൊ ഏപ്രിലിൽ ഇരുന്ന് നമ്മൾ എടുക്കണ സാലറി ബേസിക്കിന്റെ എന്താ എടുക്കണം? 6,000 എന്ന് പറഞ്ഞ് എടുക്കണം. അതിന് മുന്നേ എന്താണ്, 1,000 rupees കുറവായിട്ട് എടുക്കണം. കാരണം എന്താ, ഏപ്രിലിൽ ഇരുന്നാണ് നമുക്ക് 1,000 rupees ഇൻക്രിമെന്റ് കിട്ടിയിരിക്കണേ കൂടുതൽ. അപ്പോൾ അതാണ് ലാസ്റ്റ് ഓൺ സാലറി എന്ന് പറഞ്ഞ 6,000 അവിടെ കാണിച്ചിരിക്കണേ. അപ്പൊ അതിന് മുന്നേ ഉള്ള മാസം ഏതായിരിക്കുള്ളൂ? 1000 രൂപ കുറവായിട്ട് കാണിക്കണം, 5,000. ഓക്കെ. ഇനി ഡി എ എന്ന് പറയുന്നത് അതിൽ പറഞ്ഞിട്ടുണ്ട് 1,200 ആണെന്ന്. അതിന് വ്യത്യാസമൊന്നും വന്നിട്ടില്ല. എല്ലാ മാസവും 1,200 തന്നെയാണ്. ഓക്കെ. ഇനി കമ്മീഷൻ ആണെന്നുണ്ടെങ്കിൽ ടേൺ ഓവറിന്റെ പെർസെൻറ്റേജ് ആണെങ്കിൽ മാത്രമേ നമ്മൾ കമ്മീഷൻ എടുക്കുള്ളൂ. കമ്മീഷൻ ടേൺ ഓവറിന്റെ 1% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ടേൺ ഓവർ എന്ന് പറയുന്നത് 1 lakh ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 1 lakhന്റെ 1% മാത്രമേ അവിടെ കമ്മീഷൻ ആയിട്ട് എടുക്കുള്ളൂ. നോട്ട് കവേർഡ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു സാലറി പ്ലസ് DA റിട്ടയർമെന്റ് ബെനിഫിറ്റിന്റെ ഭാഗമായിരിക്കണം, പ്ലസ് കമ്മീഷൻ ആസ് എ പെർസെൻറ്റേജ് ഓഫ് ടേൺ ഓവർ ആയിരിക്കണം. ഇവിടെ DA എന്ന് പറയുന്നത് 1,200 മാത്രമേ തന്നിട്ടുള്ളൂ. നമ്മൾ അപ്പോൾ അതിനെ എന്ത് ചെയ്യണം, ഒരു നോട്ട് എഴുതുക. എന്താണ്, DA എന്ന് പറയുന്നത് റിട്ടയർമെന്റ് ബെനിഫിറ്റിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞ് ഒരു നോട്ട് എഴുതുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, DA എന്ന് പറയുന്നത് റിട്ടയർമെന്റ് ബെനിഫിറ്റിന്റെ ഭാഗമല്ല, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇത് ഇവിടെ കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞും നമുക്ക് നോട്ട് എഴുതിയിട്ട് പിന്നെ DA അങ്ങനെ കാണിക്കാതെ ഇരിക്കാം.
ഓക്കെ, ഇപ്പൊ നമ്മൾ ടെക്സ്റ്റിലുള്ളത് വഴി ആണ് നമ്മൾ പറയണത്. അതുകൊണ്ട് അതിൽ എന്താണ് നോട്ട് എഴുതേണ്ടത്? നമ്മൾ അസ്യൂം ചെയ്യുവാണ് ഡി എന്നുള്ളത് റിട്ടയർമെന്റ് ബെനിഫിറ്റിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞ് അസ്യൂം ചെയ്യുവാണ്. അങ്ങനെയാണ് 1200 പെർ മന്ത് എടുത്തിരിക്കുന്നത്. ഈ കമ്മീഷൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ടേൺ ഓവറിന്റെ പെർസെൻറ്റേജ് ആയിരിക്കണം. 1 lakh ടേൺ ഓവറിന്റെ പെർസെൻറ്റേജ് ആണ് 1% ആണ് അവിടെ കമ്മീഷൻ എന്ന് പറഞ്ഞു വരുന്നത്. അതാണ് കമ്മീഷൻ 1000 rupees എല്ലാ മാസവും കാണിച്ചിരിക്കുന്നത് അല്ലെ. 1 lakh എന്ന് പറഞ്ഞാൽ പെർ മന്ത് ആണെന്ന് അതിൽ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. ചിലതെല്ലാം ടോട്ടൽ ആയിട്ട് കൊടുക്കും. ഓക്കെ, അത് ശ്രദ്ധിച്ച് തന്നെ നമ്മൾ എഴുതണം. അപ്പൊ എന്താ, ബേസിക്കും ടിയും കമ്മീഷനും നമുക്ക് കിട്ടി. ഇനി ഇതിന്റെ ടോട്ടൽ എടുക്കാം. ടോട്ടൽ ഓരോന്നിന്റെ എടുത്തു. അപ്പൊ ഗ്രാൻഡ് ടോട്ടൽ എത്ര കിട്ടി? 80,000 കിട്ടി. ഇനി 80,000 എന്നുള്ളത് 10 മാസത്തെ ടോട്ടലാണ്. നമുക്ക് 10 മാസത്തെ എന്താണ് ആവറേജ് സാലറി ആണ് കാണേണ്ടത്. അപ്പൊ 80,000 ഡിവൈഡഡ് ബൈ 10 ചെയ്യുക. അപ്പൊ എത്ര വരും? 8,000 വരും. ഓക്കെ, 8,000 ആണ് നമുക്ക് എന്ത് പറയുന്നത്, സാലറി, ആവറേജ് സാലറി 10 months എന്നുള്ളത് 8,000 വരുന്നത്. അപ്പോൾ ബാലൻസ് നമ്മൾ കണ്ടുപിടിച്ചായിരുന്നില്ലേ? ഇനി അത് ചെയ്യാൻ നേരത്ത് നമുക്ക് 1,16,600 കിട്ടും. 4 lakh ആണോ 20 lakh ആണോ 1,16,000 ആണോ നമുക്ക് കുറവായിട്ടുള്ളത്? 1,60,000 ആണ്. അപ്പോൾ അതാണ് നമുക്ക് എന്ത് കേട്ട് കിട്ടുന്നത്? അതാണ് നമുക്ക് എക്സംഷൻ കിട്ടുന്നത്. അപ്പോൾ 4 lakh നിന്ന് ആക്ച്വൽ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് നിന്ന് നമ്മൾ കണ്ടുപിടിച്ച 1,16,000 കുറയ്ക്കുക. അപ്പോൾ 2,84,000 ആണ് നമുക്ക് എന്തായിട്ട് കിട്ടണത്? ടാക്സബിൾ ഗ്രാറ്റുവിറ്റി ആയിട്ട് വരുന്നത്. അപ്പോൾ കവേർഡ് ആണെന്നുണ്ടെങ്കിൽ 2,75,000 നോട്ട് കവേർഡ് ആണെന്നുണ്ടെങ്കിൽ 2,84,000 ആണ് അവർക്ക് ടാക്സബിൾ എമൗണ്ട് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ച എല്ലാം അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ആ പ്രോബ്ലത്തിൽ. ഇനി സിയുടെ മെറ്റീരിയലുള്ള ഒരു പ്രോബ്ലം ആണ്. മിസ്റ്റർ രവി റിട്ടയർ ഓൺ 15/6/2023 ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് 26 years 8 months of service and received gratuity 15 lakh. At the time of retirement his salary was, റിട്ടയർമെന്റ് ടൈമിൽ അവരുടെ സാലറി എന്തായിരുന്നു? ബേസിക് എന്ന് പറയുന്നത് 50,000 പെർ മന്ത് ആണ്. ഡി എന്ന് പറയുന്നത് 10,000 പെർ മന്ത് ആണ്. 60% ഓഫ് വിച്ച് ഈസ് ഫോർ റിട്ടയർമെന്റ് ബെനിഫിറ്റ്. അതിൽ റിട്ടയർമെന്റ് ബെനിഫിറ്റിന്റെ ഭാഗമായിരിക്കുന്നത് 60% മാത്രമാണ്. അതായത് 10,000 എന്നുള്ളത് ഫുള്ളായിട്ട് നമ്മൾ എടുക്കാൻ പാടില്ല. ഓക്കെ, ഏതിൽ? നോട്ട് കവേർഡില്. കവേർഡിൽ അങ്ങനെ പ്രോബ്ലം ഇല്ല, ഇനി ഡി എ എടുക്കാം. ഓക്കെ, അപ്പൊ നോട്ട് കവേർഡ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്, അവിടെ 10,000 60% എന്നുള്ളത് ആണ് റിട്ടയർമെന്റ് ബെനിഫിറ്റിന്റെ ഭാഗമായിട്ടുള്ളത്. ബാലൻസ് 40,000 എടുക്കരുത്. അതായത് 100% എടുക്കരുത്, 60% മാത്രമേ എടുക്കാൻ പാടുള്ളൂ. കമ്മീഷൻ എന്ന് പറയുന്നത് 1% ഓഫ് ടേൺ ഓവർ ആണ്. ടേൺ ഓവർ ഇൻ ദ ലാസ്റ്റ് 12 months ഒക്കെ ഉണ്ടോ, ഇവിടെ ടോട്ടൽ ടേൺ ഓവർ ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു മാസത്തിന്റെ അല്ല, 12 monthsന്റെ ടേൺ ഓവർ 1,20 lakh എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അത് ഒരു വർഷത്തേക്കുള്ള ടേൺ ഓവർ ആണ്. അപ്പൊ അതിന്റെ 1%. ബോണസ് 25,000 പെർ ആനം ആണ്, പെർ മന്ത് അല്ല, പെർ ആനം. കമ്പ്യൂട്ട് ഈസ് ടാക്സബിൾ ഗ്രാറ്റുവിറ്റി അസ്യൂമും ഹി ഈസ് എ പ്രൈവറ്റ് സെക്ടർ എംപ്ലോയി ആൻഡ് കവേർഡ് ബൈ ദ പേയ്മെന്റ് ഗ്രാറ്റുവിറ്റി ആക്ട്. He is a private sector employee and not covered by the payment of gratuity act. He is a government employee. അല്ലെ, ഗവൺമെന്റ് എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം എന്താണെന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. 3 സ്റ്റേജ് ആയിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റ് സ്റ്റേജ് പറയണത് ഹി ഈസ് കവേർഡ് ബൈ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട്. അല്ലെ, പ്രൈവറ്റ് സെക്ടർ ആണ്, നോൺ ഗവൺമെന്റ് എംപ്ലോയി ആയിരിക്കണം, കവേർഡ് ബൈ ഗ്രാറ്റുവിറ്റി ആക്ട് ആണെന്നുണ്ടെങ്കിൽ ഒരു തരത്തിൽ കാണാം. എങ്ങനെയാണ് ഫസ്റ്റ് സ്റ്റെപ്പ്? എങ്ങനെയാണ്? ആക്ച്വൽ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ്. ആക്ച്വൽ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് നിന്ന് 10-10-1 അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യണം, ഏതാണ് മിനിമം എക്സംഷൻ കിട്ടാൻ പോണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അതിന് 3 സ്റ്റെപ്പ് ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പൊ ആക്ച്വൽ ഗ്രാറ്റുവിറ്റി എമൗണ്ട് റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ 15 lakh എഴുതുക. അതിന്റെ 3 സ്റ്റെപ്പില് ഫസ്റ്റ് സ്റ്റെപ്പ് ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് എത്രയാണ്? 15 lakh. സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് 20 lakh. പിന്നെ കവേർഡ് ബൈ പേയ്മെന്റ് ഗ്രാറ്റുവിറ്റി ആക്ട് ആണ്. അപ്പൊ എന്താണ് നമ്മുടെ ഫോർമുല? 15 divided by 26 into completed year of services into last on salary. Okay, അപ്പോൾ 15 divided by 26 into completed year of service. കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസിൽ നമുക്ക് ഫ്രാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. 26 years 8 month ആണ് സർവീസ്. അപ്പൊ എന്താണ്? 27 years ആക്കാം. പിന്നെ ലാസ്റ്റ് ഓൺ സാലറി എന്ന് വെച്ചാൽ ബേസിക് പ്ലസ് ഡി എ ആണ്. ബേസിക് എന്ന് പറഞ്ഞാൽ 50,000, ഡി എന്ന് പറഞ്ഞാൽ 10,000. അതിൽ 60% റിട്ടയർമെന്റ് ബെനിഫിറ്റ് ആണ്. പക്ഷെ ഇവിടെ നമ്മൾ ഇനി ഡി എ എടുക്കാം. അപ്പോൾ 50 പ്ലസ് 10,000 60,000 ആണ് ലാസ്റ്റ് ഓൺ സാലറി ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ 50 ഡിവൈഡഡ് ബൈ 26 ഇൻറ്റു കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് എന്ന് പറയുന്നത്
27, 26 years 8 months 27 into last round salary 60,000 വെച്ച് കാണുമ്പോൾ 9,34,615 കിട്ടും. അപ്പോൾ 15 ആണോ 20 lakh ആണോ 9,34,000 ആണോ കുറവായിട്ട് പറഞ്ഞാൽ 9,34,000 ആണ്. അപ്പൊ ആക്ച്വൽ ഗ്രാറ്റുവിറ്റി ആയ 15 lakh 9,34,615 മൈനസ് ചെയ്യുമ്പോൾ ടാക്സബിൾ ഗ്രാറ്റുവിറ്റി 5,65,385 കിട്ടും. ഓക്കെ, ഇനി സെക്കൻഡ് എന്താണ് അതിൽ ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നത്? നോട്ട് കവേർഡ് ബൈ ദ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട്. കവർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളത്. ഓക്കെ, കവർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൽ മൂന്നാമത്തെ സ്റ്റെപ്പിന് മാത്രമേ വ്യത്യാസം വരണുള്ളൂ. ഓക്കെ, 50 ഫസ്റ്റ് രണ്ട് സ്റ്റെപ്പും സെയിം ആണ്, 50 lakh 20 lakh. ഇനി തേർഡ് സ്റ്റെപ്പ് എന്താണ് പറയുന്നത്? 1/2 ഇൻറ്റു ഓക്കെ 1/2 ഇൻറ്റു കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസസ് ഇൻറ്റു ആവറേജ് 10 month സാലറി എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ 10 month സാലറിയുടെ കാൽക്കുലേഷൻസ് ഇവിടെ കാണിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് എന്താണ് എടുക്കുക? ആവറേജ് സാലറി കാണണം. ആവറേജ് സാലറി കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ബേസിക് പ്ലസ് DA പ്ലസ് കമ്മീഷൻ ആസ് എ പെർസെൻറ്റേജ് ഓഫ് ടേൺ ഓവർ എന്നാണ്. ബേസിക് എന്ന് പറയുന്നത് 50,000 ആണ്. DA എന്ന് പറയുന്നത് 10,000ന്റെ 60% മാത്രമേ എടുക്കുകയുള്ളൂ, അതായത് 6,000. ഓക്കെ, 50,000 ഇവിടെ 6,000. കമ്മീഷൻ ആസ് എ പെർസെൻറ്റേജ് ഓഫ് ടേൺ ഓവർ. കമ്മീഷൻ എന്ന് പറയുന്നത് ടേൺ ഓവറിന്റെ പേഴ്സൺ. അപ്പൊ 50,000 എന്ന് വെച്ചാൽ 10 months എടുക്കാൻ നേരത്തേക്കും 5 lakh വരും. 6,000 എന്ന് പറഞ്ഞാൽ 10 months എടുക്കാൻ നേരത്തേക്ക് 60,000 വരും. പിന്നെ കമ്മീഷൻ എന്ന് പറയുന്നത് 1/20 അത് ഇൻറ്റു 1%. ഇതെന്ന് പറയുന്നത് എത്രയാണ്? 12 monthsലേക്കുള്ളതാണ് അല്ലെ. ഇനി നമുക്ക് എത്ര വേണ്ടത്? 10 monthsലേക്കുള്ളത് മതി. എത്ര വരും? 1 lakh വരും. 1 lakh വരും. അപ്പോ നമുക്ക് 10 monthsന്റെ സാലറി എന്ന് പറയുന്ന ടോട്ടൽ എത്ര വരും? 6,60,000 വരും. അതിനെ ഡിവൈഡഡ് ബൈ 10 ഇടുക, 66,000. ഓക്കെ, 66,000 ആണ് എന്ത് പറയണത്? ആവറേജ് സാലറി ആയിട്ട് വരണത്. ആവറേജ് സാലറി ആയിട്ട് വരുന്നത്. അപ്പൊ കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു അതിൽ ഫ്രാക്ഷൻ എടുക്കില്ല എന്നുള്ളത്. ഓക്കെ, അപ്പൊ 26 തന്നെ വരുള്ളൂ. അപ്പോ 1/2 ഇൻറ്റു 26 ഇൻറ്റു എത്രയും നമ്മൾ പറഞ്ഞത് 66,000 അല്ലേ. $8,58,000 വരും. ഓക്കെ, 8,58,000 ആണ് ടോട്ടലായിട്ട് കിട്ടുക. ഇനി അതിൽ നിന്ന് ഏതാ കുറവ്? 50 lakh ആണോ 20 lakh ആണോ? 8,58,000 ആണോ? 8,58,000 ആണ് കുറവ്. അപ്പോൾ ആക്ച്വൽ കിട്ടിയതിൽ നിന്ന് 8,58,000 മൈനസ് ചെയ്യുമ്പോൾ 6,42,000 ആണ് നോട്ട് കവേർഡിൽ ടാക്സബിൾ ആയിട്ട് വരുന്നത്. മൂന്നാമത്തെ എന്തായിരുന്നു? ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളത്. ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ ഒന്നും നോക്കാനില്ല, 10-10 അനുസരിച്ച് നമുക്ക് എന്താണ്? അത് ഫുള്ളി എക്സംപ്റ്റ് ആണ്. എത്ര കിട്ടിയാലും അത് ഫുള്ളി എക്സംപ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ടാക്സബിൾ ഗ്രാറ്റുവിറ്റി ഗവൺമെന്റ് എംപ്ലോയിക്ക് നില്ലായിട്ടാണ് വരുന്നത്. ഇനി ഇല്ലുസ്ട്രേഷൻ 4 നമ്മുടെ ടെക്സ്റ്റിലുള്ളതാണ്. എന്താണ്? മിസ്സിസ് എക്സ് ഈസ് വർക്കിംഗ് വിത്ത് ABC ലിമിറ്റഡ് സിൻസ് ലാസ്റ്റ് 30 years 9 months. Her salary structure is as under: basic 5,000 per month, dearness allowance 3,000 per month. 15/12/2022 she died. State the treatment of gratuity in following cases. നമ്മൾ പറഞ്ഞില്ലേ, ഒന്ന് നമ്മൾ അസസി മരിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ലീഗൽ ഹെയർസിനായിരിക്കും അത് കിട്ടണത്, അത് നോൺ ടാക്സബിൾ ആയിരിക്കും. നമ്മൾ പഠിച്ചു മൂന്നാമത്തെ പോയിന്റ് ആയിട്ട്. അപ്പൊ കേസ് 1 മിസ്സിസ് എക്സ് റിട്ടയർ ഓൺ 10/12/2022, അതായത് മരിച്ചത് എന്നാണ് 15/12 അതിന് മുന്നേ റിട്ടയർ ചെയ്തു എന്നാണ് പറയുന്നത്. 10/12/2022 മരിക്കുന്നതിന് മുന്നേ ആയിട്ട് റിട്ടയർ ചെയ്തു എന്നുള്ളത്. ആൻഡ് ഗ്രാറ്റുവിറ്റി 4 lakh റിസീവ്ഡ് ബൈ ഹർ ഹസ്ബൻഡ്, അതായത് ലീഗൽ ഹെയർ ആസ് ഓൺ 18/12/2022. മരിച്ചതിന് ശേഷമാണ് എന്ത് ചെയ്തത്? ഹസ്ബൻഡ് ആ എമൗണ്ട്
വാങ്ങിച്ചത്, അതായത് മരിച്ചതിന് മുന്നേ റിട്ടയർ ആയി, പക്ഷേ ആക്ച്വൽ എമൗണ്ട് ഗ്രാറ്റുവിറ്റി എമൗണ്ട് വാങ്ങിച്ചത് മരിച്ചതിന് ശേഷം ഹസ്ബൻഡാണ് വാങ്ങിച്ചത്. Case 2. Husband of Mrs. X received gratuity on 18/12/2022 falling due after death of Mrs. X. Mrs. X മരിച്ചതിന് ശേഷമാണ് അത് ഡ്യൂ ആയത്. അതുകൊണ്ടാണ് മരിച്ചതിന് ശേഷം ഹസ്ബൻഡ് വാങ്ങിച്ചതെന്നുള്ളതാണ് കേസ് 2 പറയാനത്. ഓക്കെ, അപ്പൊ കേസ് 2 അനുസരിച്ച് ആണെന്നുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് ഡ്യൂ ആയതേ മരിച്ചതിന് ശേഷമാണ്, അതുകൊണ്ടാണ് ഹസ്ബൻഡ് വാങ്ങിക്കേണ്ടി വന്നത്, ലീഗൽ ഹയർ വാങ്ങിക്കേണ്ടി വന്നത്. സോ അവിടെ എന്താണ്, അവിടെ നോൺ ടാക്സബിൾ ആണ്. കാരണം ഡ്യൂ ആയാലല്ലേ നമുക്ക് കിട്ടുള്ളൂ. കിട്ടുന്നതിന് മുന്നേ എന്ത് ചെയ്തു, ഡ്യൂ ആണതിന് മുന്നേ എന്ത് ചെയ്തു, അവർ മരിക്കുകയും ചെയ്തു. അപ്പൊ അതെന്തുകൊണ്ട്, അത് നോൺ ടാക്സബിൾ ആണ്. ഓക്കെ, അതിന് ടാക്സ് ഒന്നും വരില്ല. ഇനി ഫസ്റ്റ് കേസിന് എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിട്ടയർ ആയത് തന്നെ മരിക്കുന്നതിന് മുന്നെയാണ്. ഓക്കെ, റിട്ടയർ ആയത് മരിക്കുന്നതിന് മുന്നെയാണ്. അപ്പോൾ നമുക്ക് അതെന്താണ്, അതിന് നമുക്ക് ടാക്സ് വരും. അപ്പൊ എന്താണ്, ടോട്ടൽ ഗ്രാറ്റുവിറ്റി എത്രയാണ് റിസീവ് ചെയ്തത്, എത്രയാണ് അവർ ടോട്ടൽ ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്തത്, 4 lakh ആണ് റിസീവ് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്ത് ചെയ്യണം, അപ്പൊ അതിൽ നിന്ന് സ്റ്റാറ്റ്യൂട്ടറി എമൗണ്ട്, ഇത് കവേർഡ് അണ്ടർ ഗ്രാറ്റുവിറ്റി ആക്ട് ആണോ നോട്ട് കവേർഡ് അണ്ടർ ഗ്രാറ്റുവിറ്റി ആക്ട് ആണോ, എക്സ് ഈസ് കവേർഡ് ബൈ ദ പേയ്മെന്റ് ഗ്രാറ്റുവിറ്റി ആക്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്താണ്, അപ്പോ സി എന്താണ്, 15/26 ഇൻറ്റു കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ്, അതിൽ എന്താണ് ഫ്രാക്ഷൻ കാണാം, 31 years ഇൻറ്റു ലാസ്റ്റ് ഓൺ സാലറി. ലാസ്റ്റ് ഓൺ സാലറിന്റെ ബേസിക് പ്ലസ് ഡി എ, എനി ഡി എ എടുക്കാം, 5,000 പ്ലസ് 3,000 8,000. അപ്പൊ 15/26 ഇൻറ്റു 31 ഇൻറ്റു 8,000 1,43,077 കിട്ടും. ഏതാണ് കുറവ്, 143,077 ആണ്. അപ്പൊ 4 lakhിൽ നിന്ന് അത് കുറച്ചിട്ട് ബാലൻസ് ഉള്ളത് എന്ത് ചെയ്യും, ടാക്സബിൾ ആവും. എന്തുകൊണ്ടാണ് ടാക്സബിൾ ആയത്, അവര് മരിച്ചതിന് ശേഷമാണ് അത് ഡ്യൂ ആയതെങ്കിൽ നോൺ ടാക്സബിൾ ആയേനെ. പക്ഷെ മരിക്കുന്നതിന് മുന്നേ തന്നെ അവര് റിട്ടയർ ആയി, അപ്പോ നമുക്ക് എന്ത് ചെയ്യാമായിരുന്നു, അപ്പൊ നമുക്കത് ഡ്യൂ ആയി എന്നുള്ളതാണ് അതിൽ കൺസിഡർ ചെയ്തത്. ഓക്കെ, ഗ്രാറ്റുവിറ്റി എന്നുള്ളത് ഇത്ര വലിയൊരു പോർഷനാണ്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് തന്നെ വിശ്വസിക്കുന്നു. അടുത്തത് നമുക്ക് ഇതിനോടനുബന്ധിച്ച് പഠിക്കാനുള്ള ഒന്നാണ് ലീവ് എൻകാഷ്മെന്റ്. ഓക്കെ, ലീവ് സാലറി എൻകാഷ്മെന്റ്. ലീവ് സാലറി എൻകാഷ്മെന്റിനുള്ള പ്രത്യേകത എന്താണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. നമ്മളിപ്പോ പഠിച്ച ഗ്രാറ്റുവിറ്റി പോലെ തന്നെ ലീവ് എൻകാഷ്മെന്റും നമ്മൾ എന്താണ്, സർവീസിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു എമൗണ്ട് ഒരു ഭാഗം നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ഓക്കെ, ഇനി ലീവ് എൻകാഷ്മെന്റ് അല്ലെങ്കിൽ ലീവ് സാലറി എന്ന് പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കിപ്പോ കമ്പനി അലോട്ട് ചെയ്തിട്ടുണ്ടാവും, ഒരു ലീവ് അലോട്ട് ചെയ്തിട്ടുണ്ടാവും. അത് ഒരു വർഷത്തേക്കെന്നോ ഒരു എന്താണ് 10 വർഷത്തേക്കെന്നോ ഒന്നും പറഞ്ഞല്ല, എന്തായിരിക്കുള്ളൂ, ഒவ்வொരു മാസവും ഇത്ര ലീവ് വെച്ചെടുക്കാം എന്ന് പറഞ്ഞായിരിക്കും. ജോലി ചെയ്യണ എല്ലാവർക്കും നമുക്കത് അറിയാൻ പറ്റും അല്ലെ. ഒരു മാസം വേണമെന്നുണ്ടെങ്കിൽ ചില സ്ഥാപനത്തിൽ ഒരു ലീവേ ഉണ്ടാവുള്ളൂ, ചില സ്ഥാപനത്തിൽ 2 ലീവ് ഉണ്ടാവും. അങ്ങനെ ഓരോ സ്ഥാപനത്തിന്റെ രീതിയിൽ ലീവുകളെ എന്താണ് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. അതേപോലെ എടുക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കുവാണെങ്കിൽ എടുക്കാം, അത് പ്രോബ്ലം ഒന്നുമില്ല. ഇനി അത് എടുക്കാതെ ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ ചില സ്ഥാപനത്തിൽ അത് എൻകാഷ് ചെയ്യാൻ പറ്റില്ല. ചില സ്ഥാപനത്തിൽ എന്ത് ചെയ്യും, അതിനെ എടുത്ത് ക്യാരി ഫോർവേഡ് ചെയ്യാം, അതായത് നെക്സ്റ്റ് ഇയറിലോട്ട് അതിനെ മാറ്റാം. ഇപ്പൊ എത്ര നമ്മൾ ലീവ് എടുക്കാതെ ഇരുന്നിട്ടുണ്ടോ അതിന് നമ്മൾ എന്ത് ചെയ്യാം, നെക്സ്റ്റ് ഇയറിലേക്ക് അത് മാറ്റാം. അത്രയും ലീവ് കൂടി നമുക്ക് നെക്സ്റ്റ് ഇയറിലേക്ക് ചെയ്യാം. ചില സ്ഥാപനത്തിൽ എന്ത് ചെയ്യും, ഈ വർഷം എടുക്കാത്തത് ഈ വർഷം അങ്ങനെ അങ്ങോട്ട് പോയി എന്നുള്ള വിധത്തിലാവും. അപ്പോൾ നമ്മൾ എടുക്കാതെ ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ ചില സ്ഥാപനം അവരെന്ത് ചെയ്യും, അതിന് നമുക്ക് എൻകാഷ് ചെയ്തു തരും. കാരണം എന്താണ്, നമ്മൾ ആ ലീവ് എടുക്കാവുന്ന സാഹചര്യം ഉണ്ടായിട്ടും നമ്മൾ എടുക്കാതെ നമ്മൾ കമ്പനിക്ക് വേണ്ടി വന്ന് വർക്ക് ചെയ്തതാണ് അല്ലെ. ആ ഒരു പോയിന്റ് ഓഫ് വ്യൂല് അവരെന്ത് ചെയ്യും, നമുക്കത് ക്യാഷ് ആക്കി തരും. അതായത് ആ ദിവസം നമുക്ക് എക്സ്ട്രാ എമൗണ്ട്, നമ്മൾ വർക്ക് ചെയ്തതിന് ഒരു എമൗണ്ട്, അതല്ലാതെ നമ്മൾ ആ ദിവസം ലീവ് എടുക്കായിരുന്നിട്ടും നമ്മൾ എടുക്കാതെ വന്ന് ജോലി ചെയ്തതിനും ഒരു എമൗണ്ട്, എക്സ്ട്രാ എമൗണ്ട് കിട്ടും. ഓക്കെ, ഇതിനെയാണ് ഈ ലീവ് സാലറി എൻകാഷ്മെന്റ് എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞിട്ടുണ്ട്. അതിന്റെ സെക്ഷൻ ആണ് 1010AA എന്നുള്ളത് ഒന്ന് പറയുന്നത്. സെക്ഷൻ ഞാൻ പറഞ്ഞു സ്റ്റാർട്ടിങ്ങില്, സെക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ റിട്ടയർമെന്റ് ബെനിഫിറ്റിന്റെ എല്ലാം. ഇനി ഇതിലും നമുക്ക് എന്താണ് 3 തരത്തിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം ലീവ് എൻകാഷ്മെന്റിന്. ഒന്ന് കണ്ടിന്യൂവേഷൻ ഓഫ് സർവീസിൽ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ എന്തെങ്കിലും ലീവ്
നമുക്ക് എന്തെങ്കിലും ഒരു ലീവ് എൻകാഷ്മെന്റ് വാങ്ങിക്കുവാണെന്നുണ്ടെങ്കിൽ അത് ഫുള്ളി ടാക്സബിൾ ആണ്. നമ്മൾ ഇതിനു മുന്നേ പഠിച്ച ഗ്രാറ്റുവിറ്റി പോലെ തന്നെ ഇവിടെയും കണ്ടിന്യൂഷൻ ഓഫ് സർവീസിൽ ഇരുന്നുകൊണ്ട് ഏതെങ്കിലും ഒരു എമൗണ്ട് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് ഫുള്ളി ടാക്സബിൾ ആണ്. അത് ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിലും ശരി, നോൺ ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിലും ശരി. സെക്കൻഡ് കാറ്റഗറിയാണ് ടെർമിനേഷൻ ഓഫ് സർവീസ്. ടെർമിനേഷൻ ഓഫ് സർവീസ് അതായത് റിട്ടയർ ചെയ്തതിന് ശേഷമാണ് നമുക്ക് ലീവ് എൻകാഷ്മെന്റ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അതിനെ രണ്ടായിട്ട് നമ്മൾ തിരിക്കും. എന്താണ്? ഗവൺമെന്റ് എംപ്ലോയി എന്നും നോൺ ഗവൺമെന്റ് എംപ്ലോയി എന്നും. ഗവൺമെന്റ് എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ പബ്ലിക് സെക്ടറോ ലോക്കൽ അതോറിറ്റിയോ ഫോറിൻ ഗവൺമെന്റോ ഇതിൽ വരില്ല. ടെർമിനേഷൻ ഓഫ് സർവീസിന്റെ സമയത്ത് നമുക്ക് ലീവ് എൻകാഷ്മെന്റ് കിട്ടുമ്പോൾ അതിനെ രണ്ടായിട്ട് നമ്മൾ തിരിക്കും, ഗവൺമെന്റ് എംപ്ലോയി എന്നും നോൺ ഗവൺമെന്റ് എംപ്ലോയി എന്നും. ഗവൺമെന്റ് എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ സെൻട്രൽ, സ്റ്റേറ്റ്, ലോക്കൽ അതോറിറ്റി എല്ലാം, ലോക്കൽ അതോറിറ്റി വരില്ല, സെൻട്രൽ, സ്റ്റേറ്റ് എല്ലാം വരും. അപ്പോൾ ഇതില് എന്താണ്? ലീവ് എൻകാഷ്മെന്റില് വരാത്ത കാറ്റഗറി ഏതാ? ഗവൺമെന്റ് എംപ്ലോയിയിൽ പെടാത്തത് ആരൊക്കെയാണ്? ഒന്ന് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്, ലോക്കൽ അതോറിറ്റി, ഫോറിൻ ഗവൺമെന്റ്. ഇത്ര പേരും ഗവൺമെന്റ് എംപ്ലോയിയിൽ പെടില്ല. അവര് പറഞ്ഞത് എന്താണ്? നോൺ ഗവൺമെന്റ് എംപ്ലോയിലാണ് അവര് പറഞ്ഞത്. അതർ ദാൻ അതായത് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്, ലോക്കൽ അതോറിറ്റി, ഫോറിൻ ഗവൺമെന്റ് എന്നുള്ളത് ഗവൺമെന്റ് എംപ്ലോയിയിൽ വരില്ല. അവര് പറഞ്ഞത് നോൺ ഗവൺമെന്റ് എംപ്ലോയിലാണ്. ഓക്കെ. ഇനി ഗവൺമെന്റ് എംപ്ലോയി ആണ് റിട്ടയർമെന്റിന് ശേഷം ലീവ് എൻകാഷ്മെന്റ് വാങ്ങണമെങ്കിൽ അവിടെ ഫുള്ളി എക്സംപ്റ്റ് ആണ്. നമ്മൾ ഗവൺമെന്റ് ജോലി കിട്ടാനായിട്ട് എല്ലാവരും ആഗ്രഹിക്കുന്നതിന്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു ബെനിഫിറ്റ് ആണ്. അത് വെച്ച് തന്നെ നമുക്ക് ഓർത്തിരിക്കാം. ഗവൺമെന്റ് ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ സുഖമാണ് എന്ന് പറയില്ലേ, അതിനുള്ള ഒരു എക്സാമ്പിൾ ആണിത്. എന്താണ്? ഗവൺമെന്റ് എംപ്ലോയിക്ക് ആണെന്നുണ്ടെങ്കിൽ റിട്ടയർമെന്റ് ബെനിഫിറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെന്തായിരിക്കുള്ളൂ? ഫുള്ളി എക്സംപ്റ്റ് ആയിരിക്കും. ഇനി നോൺ ഗവൺമെന്റ് എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ 4 പോയിന്റ് നോക്കണം. ഗ്രാറ്റുവിറ്റിയിൽ നമ്മൾ 3 പോയിന്റ് ആണ് നോക്കിയത് അല്ലെ? ഇവിടെ നമ്മൾ 4 തരത്തില് ഏതാണ് അതിൽ മിനിമം എന്ന് നോക്കി എക്സംഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് 4 തരത്തിൽ നോക്കണം. ഒന്ന് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ്. ആക്ച്വൽ ആയിട്ട് ലീവ് എൻകാഷ്മെന്റ് എത്രയാണോ കിട്ടിയത് അത് നമുക്ക് എഴുതാം. ഇനി സെക്കൻഡ് വൺ എന്താന്ന് വെച്ചാൽ 25 lakh. ഇപ്പൊ അമെൻമെന്റ് വന്നതാണ്. ഓക്കെ, 25 lakh ആണ് നമുക്ക് ഈ വർഷത്തെ എക്സാമിന് വരുന്നത്. അത് പ്രത്യേകം നോട്ട് ചെയ്യുക. എന്താണ്? 25 lakh ആണ്. ഓക്കെ. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ്, ലീവ് എൻകാഷ്മെന്റിന്റെ സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് ഈ 2024 എക്സാമിന് വരുന്നത് 25 lakh ആണ് ലീവ് എൻകാഷ്മെന്റിന്റെ. ഇനി തേർഡ് സ്റ്റെപ്പ് എന്താണ്? 10 into ആവറേജ് സാലറി പ്രിസീഡിങ് റിട്ടയർമെന്റ്. അതിനൊരു പ്രത്യേകതയുണ്ട്, അത് ഞാൻ പറയാം. അവിടെ എത്തുമ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഞാൻ പറയാം. അതായത് 10 into ആവറേജ് സാലറി നമ്മൾ അവിടെ കണ്ടുപിടിച്ചു അല്ലെ? 10 മാസത്തെ ആവറേജ് സാലറി എടുക്കണം. ആവറേജ് സാലറി എടുക്കാൻ നേരത്ത് നമ്മൾ അവിടെ എന്താ ചെയ്തത് ഓർക്കുന്നുണ്ടോ? ഡിസംബറിൽ റിട്ടയർ ആയി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നവംബറിൽ ഇരുന്ന് പുറകോട്ട് പോയി അല്ലെ? നവംബർ, ഒക്ടോബർ, സെപ്റ്റംബർ അങ്ങനെ എടുത്തു. പക്ഷെ ഇവിടെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഡിസംബറിൽ റിട്ടയർ ആയിട്ടുണ്ടെങ്കിൽ ആ ഡിസംബർ മാസം എന്നാണോ റിട്ടയർ ആയത്, ഇപ്പൊ 17-ാം തീയതി റിട്ടയർ ആയിട്ടുണ്ടെങ്കിൽ ആ ഡിസംബർ 17 എടുക്കാം. എന്നിട്ട് അടുത്ത എന്താണ്? നവംബർ ഹോൾ മന്ത് ആയിട്ട് തന്നെ എടുക്കാം. നവംബർ, ഒക്ടോബർ, സെപ്റ്റംബർ അങ്ങനെ എടുക്കാം. ഈ 17 എന്താണ്? ഡിസംബർ 17 റിട്ടയർ ആയി. അപ്പൊ ഇവിടെ എത്രയും ആക്ച്വൽ എത്ര ഡിസംബറിൽ ദിവസമുണ്ട്? 31 ദിവസമുണ്ട്. അതില് 17 ദിവസം മാത്രമേ നമ്മൾ എന്താണ് ജോലി ചെയ്തുള്ളൂ. അതായത് 17 ദിവസം റിട്ടയർ ആയി. ബാലൻസ് എത്ര ദിവസം ഉണ്ടെന്ന് നോക്കാം. 31 17 മൈനസ് ചെയ്യാം. എന്നിട്ട് ബാലൻസ് ഉള്ള മന്ത് നമ്മൾ എന്ത് ചെയ്യണം? ബാക്കോട്ട് പോയിട്ട് ആ 9 months എടുത്തിട്ട് ആ ബാക്കിലുള്ളതിൽ ബാലൻസ് ഉള്ള ഡേയ്സ് എടുക്കണം. അതെന്താന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇവിടെ ഒരു എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. നമ്മളിപ്പോ ഏപ്രിൽ 20-ാം തീയതിയാണ് റിട്ടയർ ആയെന്ന് വെക്കാം. ഏപ്രിൽ 20-ാം തീയതി ആണെങ്കിൽ അവിടെ എത്ര ദിവസം ഉണ്ടായിരുന്നു? 20 ദിവസം ഉണ്ടായിരുന്നു. ഇനി ബാലൻസ് ഉള്ളത് എന്താണ്? ഏപ്രിൽ 9 months നമ്മൾ ബാലൻസ് ഉള്ളത് എടുക്കാം. അതായത് മാർച്ച്, ഫെബ്രുവരി, ജാനുവരി, ഡിസംബർ എന്ന് പറഞ്ഞ അങ്ങനെ ജൂലൈ വരേക്കും. ഓക്കെ, 9 months ഉണ്ട്. 9 months എടുക്കാം. അപ്പൊ ഇവിടെ 9 months ആയി. ഇവിടെ എത്രയാണ്? ഒരു 0.5 അല്ലേ ആയിട്ടുള്ളൂ, 20 days അല്ലേ വന്നിട്ടുള്ളൂ. ഏപ്രിൽ എത്ര ദിവസം ഉണ്ട്? 30 days ആണ്. അപ്പൊ ബാലൻസ് 10 days എന്ത് ചെയ്യണം? ജൂണിൽ ഇരുന്ന് എടുക്കണം. ഓക്കെ, ബാലൻസ് 10 days ജൂണിൽ ഇരുന്ന് എടുക്കണം. അങ്ങനെയാണ് ഈ ലീവ് എൻകാഷ്മെന്റ്, ഓക്കെ, ലീവ് സാലറിയിൽ നമ്മൾ ആവറേജ് സാലറി എടുക്കേണ്ടത്. നമുക്ക് ഗ്രാറ്റുവിറ്റിയിൽ പ്രോബ്ലം ഒന്നും ഉണ്ടായിരുന്നില്ല. എന്ന് റിട്ടയർ ആവണോ ആ മാസം അങ്ങോട്ട് വിട്ടിട്ട് അതിന് മുന്നേ ഉള്ള 10 മാസം എടുക്കായിരുന്നു. പക്ഷേ ഇവിടെ എന്താണ്? ലീവ് സാലറി കണക്കാക്കുമ്പോൾ നമുക്ക്
10 ആവറേജ് മന്ത്സ് എന്നുള്ളത് എടുക്കുന്നത് ഇങ്ങനെയാണ്. ഏത് മാസമാണോ റിട്ടയർ ആയത് അതിന്റെ ആ ദിവസം എടുക്കുക. എന്നിട്ട് അതിന് മുന്നേ ഉള്ള 9 മന്ത്സ് മുഴുവനായിട്ട് എടുക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഒരു മന്തിന്റെ ഇതിന് എത്രയാണോ ബാലൻസ് ഡേയ്സ് വേണ്ടത് അത് അത്രയും ഡേയ്സ് ഇവിടെ നിന്ന് എടുക്കാം. അതിന് മുന്നേയുള്ള മാസത്തിൽ നിന്ന് എടുക്കാം. അങ്ങനെയാണ് 10 മന്ത്സ് എടുക്കേണ്ടത്. ഓക്കെ, അത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ആവും. ഇനി അടുത്ത എന്താണ്? ലീവ് ക്രെഡിറ്റ് ഫോർ 30 ഡേയ്സ്. ലീവ് ക്രെഡിറ്റ് ഫോർ 30 ഡേയ്സ്. 30 ഡേയ്സിൽ ലീവ് ക്രെഡിറ്റ് ചെയ്യണത്. ഓക്കെ, അതെന്താന്നുള്ളത് നമുക്ക് നോക്കാം. അത് നമുക്ക് ഒരു ഇതുണ്ട്. ഓക്കെ, ഇനി അപ്പൊ എന്താണ് നമ്മൾ നോക്കേണ്ടത്? 4 സ്റ്റെപ്പ് എന്തൊക്കെയാണ്? ഒന്ന്, ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ് 25 lakh ആണ് സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് എന്ന് പ്രത്യേകം ഓർക്കുക. 10 into ആവറേജ് സാലറി പ്രിസീഡിംഗ് റിട്ടയർമെന്റ് എന്ന് എഴുതിയിരിക്കണം. അതുകൊണ്ടാണ്. ഓക്കെ, പ്രിസീഡിംഗ് റിട്ടയർ ആ മാസത്തെ എടുക്കണം. അതിന് മുന്നേയുള്ള 9 മാസം എടുക്കണം. അതിന് മുന്നേ ഉള്ളതിൽ ഈ ഏത് മാസമാണോ റിട്ടയർ ആയത് അതിന്റെ ബാലൻസ് ഡേയ്സ് എടുക്കാം. ലീവ് ക്രെഡിറ്റ് ഫോർ 30 ഡേയ്സ്. ഇവിടെ സാലറി എന്ന് പറഞ്ഞാൽ ബേസിക് പ്ലസ് DA റിട്ടയർമെന്റിന്റെ പാർട്ട് ആയിരിക്കണം. കമ്മീഷൻ ആസ് എ പെർസെൻറ്റേജ് ഓഫ് ടേൺ ഓവറിന്റെ പെർസെൻറ്റേജിലായിരിക്കണം കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്യണത്. ഓക്കെ, അപ്പൊ നോട്ട് കവേർഡിന്റെ അതേ ഇത് തന്നെ വന്നു. ഇനി കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് എന്നുള്ളടത്ത് ഇവിടെ എന്ത് ചെയ്യണ്ട? ഇവിടെ ഫ്രാക്ഷൻ കാണണ്ട. ഫ്രാക്ഷൻ എന്ത് ചെയ്യണം? ഇഗ്നോർ ചെയ്ത് കളയാം. ഓക്കെ, അതും എന്തായിട്ടാണ്? നോട്ട് കവേർഡിന്റെ ഇതുപോലെ തന്നെയാണ് വന്നത്. ഇനി മൂന്നാമത്തെ എന്താണ്? കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസസ് മൈനസ് നമ്പർ ഓഫ് മന്ത് ലീവ് ടേക്കൺ ഇൻ ടു ആവറേജ് സാലറി എന്നാണ് നമ്മൾ ഈ ലീവ് ക്രെഡിറ്റ് ഫോർ 30 ഡേയ്സ് എന്നുള്ളതില്ലേ അതിന് എടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ എടുക്കുക. എന്താണ്? കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ്, എത്ര ഇയർ ആണോ സർവീസ് ചെയ്തത് അതിൽ നിന്ന് നമ്പർ ഓഫ് മന്ത് ലീവ് ടേക്കൺ, എത്ര മാസമാണോ ലീവ് എടുത്തത്, ലീവ് എത്ര എടുത്തെന്ന് മന്തിലാണ് തന്നെങ്കിലാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. ഇപ്പൊ ലീവ് എടുത്തത് മന്തിലാണെന്ന് പറഞ്ഞു തരും, അപ്പൊ ഇങ്ങനെ എടുക്കണം. ഇനി ലീവ് എടുത്തത് ഡേയ്സിലാണെന്ന് പറഞ്ഞു തരും, അപ്പൊ എടുക്കേണ്ടത് ഈ ഫോർമുലയാണ്. ടോട്ടൽ ലീവ് എടുക്കേണ്ടത് മൈനസ് ആക്ച്വൽ ലീവ് ടേക്കൺ ഡിവൈഡഡ് ബൈ ലീവ് പെർ മന്ത് ഇൻറ്റു ആവറേജ് സാലറി. ഓക്കെ, അത് മന്തിലാണ് തന്നെ എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഫോർമുല എടുക്കണം. കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് മൈനസ് നമ്പർ ഓഫ് മന്ത് ലീവ് ടേക്കൺ ഇൻറ്റു ആവറേജ് സാലറി. ഡേയ്സിലാണ് തരണമെന്നുണ്ടെങ്കിൽ ടോട്ടൽ ലീവ് മൈനസ് ആക്ച്വൽ ലീവ് ടേക്കൺ ഡിവൈഡഡ് ബൈ ലീവ് പെർ മന്ത് ഇൻറ്റു ആവറേജ് സാലറി. ഓക്കെ, ഇത് പ്രത്യേകം പഠിച്ചു വെക്കുക. കാരണം ചില കേസിൽ മന്തിൽ വരാം, ചില കേസിൽ ഡേയ്സിൽ തരാം. അപ്പൊ ഇത് രണ്ടും നമ്മൾ എടുത്തു വെക്കണം, എന്നാൽ മാത്രമേ നമുക്ക് അറിയുള്ളൂ. അപ്പൊ മന്തിലാണ് തരണമെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് ചെയ്യുന്ന നമ്പർ ഓഫ് മന്ത് ലീവ് ടേക്കൺ ഇൻറ്റു ആവറേജ് സാലറി. ഇവിടെയാണെങ്കിലോ ടോട്ടൽ ലീവിൽ നിന്ന് ആക്ച്വൽ ലീവ് ടേക്കൺ, എത്ര ലീവ് എടുത്തോ ഡിവൈഡഡ് ബൈ ലീവ് പെർ മന്ത് ഇൻറ്റു ആവറേജ് സാലറി. ലീവ് പെർ മന്ത് ഇൻറ്റു ആവറേജ് സാലറി, അതായത് ടോട്ടൽ ലീവ് മൈനസ് ആക്ച്വൽ ലീവ് ടേക്കൺ കിട്ടൂല, ഒരു എമൗണ്ട് കിട്ടില്ല, അതിന് ഡിവൈഡഡ് ബൈ ലീവ് പെർ മന്ത് എടുക്കാം, അത് ഇൻറ്റു ആവറേജ് സാലറി ചെയ്യാം. ഇനി while calculating the statutory amount at 25 lakh ആണ്. എനി എമൗണ്ട് ഏർലി, അത് നമ്മൾ അവിടെ പഠിച്ച അതേ സെയിം തന്നെ. ഏതെങ്കിലും ഒരു മാസത്ത് നമ്മൾ ഏതെങ്കിലും ഒരു വർഷം എന്താണ് ഏതെങ്കിലും ഒരു എമൗണ്ട് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആ 25 ലാഖിൽ നിന്ന് നമ്മളത് മൈനസ് ചെയ്ത് കളയണം. ഇനി ഒന്നിൽ കൂടുതൽ എംപ്ലോയറുടെ കയ്യിലിരുന്ന് നമ്മൾ ഗ്രാറ്റുവിറ്റി അല്ല, ലീവ് എൻകാഷ്മെന്റ് ആണ്. ഓക്കെ, ഞാൻ അവിടുന്ന് കോപ്പി ചെയ്തപ്പോൾ പോന്നതാണ്. ലീവ് സാലറി റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് ആഗ്രിഗേറ്റ് എമൗണ്ട് എക്സംപ്റ്റ്, എന്താണ് നമ്മൾ അവിടെ പഠിച്ച അതേ പോയിന്റ്. ആ ഏതെങ്കിലും ഒരു എമൗണ്ട് ഏതെങ്കിലും ഒരു എംപ്ലോയറുടെ കയ്യിൽ നിന്ന് ലീവ് സാലറി വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് എത്രയും മാത്രമേ കിട്ടുള്ളൂ? ഈ സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് വരണ്ടോളം മാത്രമേ നമുക്ക് എന്തായിട്ട് കിട്ടുള്ളൂ? നമുക്ക് എക്സംഷൻ ആയിട്ട് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോ നമുക്ക് ഒന്നും കൂടി നോക്കാം. ഒന്ന്, റിട്ടയറിന് ശേഷമാണ്, ടെർമിനേഷൻ ഓഫ് സർവീസിന് ആണ് ശേഷമാണ് ലീവ് എൻകാഷ്മെന്റ് കിട്ടിയെന്നുണ്ടെങ്കിൽ രണ്ടായിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. ഒന്ന് ഗവൺമെന്റ് എംപ്ലോയിക്കും, ഇനി ഒന്ന് നോൺ ഗവൺമെന്റ് എംപ്ലോയിക്കും. ഗവൺമെന്റ് എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ അതിൽ പബ്ലിക് സെക്ടറോ ലോക്കൽ അതോറിറ്റിയോ ഫോറിൻ ഗവൺമെന്റ് ഇൻക്ലൂഡ് ചെയ്യില്ല. അവർ ഇൻക്ലൂഡ് ചെയ്യണത് നോൺ ഗവൺമെന്റ് എംപ്ലോയിലാണ്. ഗവൺമെന്റ് എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ അവിടെ ഫുള്ളി എക്സംപ്റ്റ് ആണ്. നോൺ ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ അതിൽ കാണേണ്ടത് ആക്ച്വൽ എമൗണ്ട് എത്ര റിസീവ് ചെയ്തു, പിന്നെ സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് 25 lakhs, 10 months ആവറേജ് സാലറി, ലീവ് ക്രെഡിറ്റ് ഫോർ 30 days. ലീവ് ക്രെഡിറ്റ് മന്തിലാണ് തരണമെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് മൈനസ് നമ്പർ ഓഫ് മന്ത് ലീവ് ടേക്കൺ ഇൻറ്റു ആവറേജ് സാലറി. അത് ഡേയ്സിലാണ് തരണമെന്നുണ്ടെങ്കിൽ ടോട്ടൽ ലീവ് മൈനസ്
മൈനസ് ആക്ച്വൽ ലീവ് ടേക്കൺ ഡിവൈഡഡ് ബൈ ലീവ് പെർ മന്ത് ഇൻറ്റു ആവറേജ് സാലറി. ഓക്കെ, ഇനി ഇവിടെ സാലറി എന്ന് പറയുന്നത് ബേസിക് പ്ലസ് ഡി എ റിട്ടയർമെന്റ് ബെനിഫിറ്റിന്റെ ഭാഗമായിരിക്കണം. കമ്മീഷൻ ആസ് എ പെർസെന്റേജ് ഓഫ് ടേൺ ഓവർ. കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് ആണെന്നുണ്ടെങ്കിൽ ഫ്രാക്ഷൻ കളയണം, ഫ്രാക്ഷനെ വേണ്ട. അതായത് നോട്ട് കവേർഡിൽ പറയണ, നോട്ട് കവേർഡ് ഗ്രാറ്റുവിറ്റിയിൽ പറയണ അതേ സെയിം തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ പ്രോബ്ലം നോക്കാം, അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ആവും. Mr. G retired on 1/12/2023 after 20 years of service and received leave salary of 5 lakh. Other details of his salary income are: basic salary 5,000 per month. 1,000 was increased with effect from 1/4/2023. ഓക്കെ, എന്നാ റിട്ടയർ ആയത്? ഡിസംബറിൽ റിട്ടയർ ആയി. അവർക്ക് കിട്ടിയത് ഇൻക്രിമെന്റ് കിട്ടിയത് 1/4-ലാണ്, ഏപ്രിലാണ് കിട്ടിയത്. ഫസ്റ്റ് ഡിസംബറിൽ തന്നെ അവർ റിട്ടയർ ആവുകയും ചെയ്തു. ഡി എ എന്ന് പറയുന്നത് 3,000 ആണ്. അതിൽ 60% മാത്രമാണ് റിട്ടയർമെന്റ് ബെനിഫിറ്റിന്റെ ഭാഗമായിട്ടുള്ളത്. കമ്മീഷൻ 5% പെർ മന്ത് എന്ന് മാത്രം കൊടുത്തിരിക്കുന്നത്, ടേൺ ഓവറിന്റെ അല്ല, അല്ലെ. ബോണസ് 1,000 പെർ മന്ത്. ലീവ് അവൈൽഡ് ഡ്യൂറിങ് സർവീസ് സമയത്ത് ലീവ് അവൈൽ ചെയ്ത് എത്രയാണ്? 480 days ആണ്. ഹി വാസ് എൻടൈറ്റിൽഡ് ടു 30 days ലീവ് എവരി ഇയർ. എല്ലാ വർഷവും എത്ര ഉണ്ടായിരുന്നു? 30 ദിവസത്തെ ലീവ് ഉണ്ടായിരുന്നു. You are required to compute his taxable leave salary assuming he is a government employee. He is non-government employee. വേറൊരു കാര്യം നമ്മൾ അവിടെ വിട്ടുപോയി. എന്താണ്? ഗ്രാറ്റുവിറ്റിയിലെ പോലെ തന്നെ നമുക്ക് ഡെത്ത് ആഫ്റ്റർ ഡെത്ത് ഓഫ് എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ എന്താണ്? നോൺ ടാക്സബിൾ ആണ്. ഡെത്ത് ആഫ്റ്റർ ഡെത്ത് ഓഫ് എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ അത് നോട്ട് ടാക്സബിൾ ആണ്. ഓക്കെ, ടാക്സബിൾ ഒന്നും കൊടുക്കണ്ട, ഗ്രാറ്റുവിറ്റി പോലെ തന്നെ. ഇനി ഗവൺമെന്റ് എംപ്ലോയി ആണ്, നോൺ ഗവൺമെന്റ് എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ്. ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ നമുക്ക് ഒന്നും നോക്കാനില്ല, സെക്ഷൻ എഴുതുക, 10A എന്ന് എഴുതുക, അങ്ങനെ തന്നെ എക്സെപ്റ്റ് ചെയ്യുക. ടാക്സബിൾ ലീവ് സാലറി എന്ന് പറയുന്നത് നില്ലാണ്. ഇനി നോൺ ഗവൺമെന്റ് എംപ്ലോയി ആണെന്നാണെങ്കിലാണ് നമ്മൾ ഈ പെടാപ്പാട് മുഴുവൻ ചെയ്യേണ്ടത്, അല്ലെ. ലീവ് സാലറി റിസീവ്ഡ് എത്രയാണ്? 5 lakh ആണ്. അതിൽ എക്സംഷൻ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് എന്താണ്? ഫസ്റ്റ് പോയിന്റ് എന്താണ്? ലീവ് സാലറി 5 lakh, സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് 25 lakh. നമ്മുടെ ടെക്സ്റ്റില്, CMA ടെക്സ്റ്റില് അതിപ്പോഴും 3 lakh ഏതോ ആണ് കിടക്കണേന്ന് തോന്നുന്നു. അപ്പൊ അമെന്റ്മെന്റ് ഉണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കാം. സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് 25 lakh ആണ്. പിന്നെ 10 months ആവറേജ് സാലറി കാണുക. 10 months ആവറേജ് സാലറി നമ്മൾ അവിടെ കണ്ട അതേ ഫോർമാറ്റിൽ തന്നെ കാണാം. ഓക്കെ, അപ്പൊ 66,000 കിട്ടും. 66,000 കിട്ടും. ലീവ് ആവറേജ് സാലറി കാണാനായിട്ട് നമുക്ക് അറിയാലോ, പറയണോ ഞാൻ? അതായത് എന്താണ്? ബേസിക് സാലറി നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ റിട്ടയർ ആയത് എന്താണ്? ഡിസംബർ ആണ്. ഡിസംബർ 1 തന്നെ റിട്ടയർ ആയി. അതുകൊണ്ട് ഡിസംബർ എന്നുള്ളത് നമുക്കൊരു പ്രോബ്ലമേ വരുന്നില്ല. ഇനി എന്താണ് അവിടെ വരുന്നത്? ഇവിടെ വരുന്നത് നവംബറിൽ ഇരുന്ന് നോക്കാം. ഓക്കെ, ഇൻക്രിമെന്റ് വെട്ടിയത് എപ്പോഴാണ്? ഏപ്രിലാണ്. സോ നവംബറിൽ നിന്ന് ബാക്കോട്ട് പോവാം. ഇനി ഏപ്രിലിൽ വരുവാണെന്നുണ്ടെങ്കിൽ, അതായത് ഏപ്രിലിന് മുന്നേ ഉള്ള മാസമാണെന്നുണ്ടെങ്കിൽ 4,000 മാത്രം എടുക്കാം. പിന്നെ DA എന്ന് പറയുമ്പോൾ 3,000-ന് 60% എടുക്കാൻ പാടുള്ളൂ. കമ്മീഷൻ എന്ന് പറയുന്നത് എടുക്കാൻ പാടില്ല, അത് ടേൺ ഓവറിന്റെ ഭാഗമല്ല. അങ്ങനെ 10 months-ന്റെ കണ്ടിട്ട് അതിനെ ഡിവൈഡഡ് ബൈ 10 ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ ഫെബ്രുവരി തുടങ്ങി നവംബർ വരെ എന്നാ പറഞ്ഞിരിക്കണേ. അതിൽ ഫെബ്രുവരി മാർച്ച് മാത്രം എന്താണ്? 1,000 rupees കുറച്ചേ എടുക്കാവൂ. ബാലൻസ് എല്ലാ മാസവും എല്ലാം 1,000 rupees കൂട്ടിയെടുക്കാം. ഓക്കെ, 2 മാസം 4,000 into 2 ചെയ്തു. ബാലൻസ് എല്ലാ മാസം 5,000 into 8 ചെയ്തു. ഇനി 60% ആണ്. 3,000 60% എടുക്കാൻ പാടുള്ളൂ, അത് 10 മാസത്തേക്ക്. അങ്ങനെ 10 മാസം എടുക്കുക, 66,000 വന്നു. അങ്ങനെ 10 months സാലറി വന്നു. ഇനി നാലാമത്തെ കേസ് എന്താണ്? നമുക്കത് ഇതിലാണോ തന്നിരിക്കുന്നത്, ഏതിലാണ് തന്നിരിക്കണേ നോക്കാം. അങ്ങനെയാണെങ്കിൽ 2 ഫോർമുലയാണ് നമുക്കുള്ളത്, അല്ലെ. നമുക്ക് എന്താണ്? 30 days ലീവ് എവരി ഇയർ എന്ന് പറഞ്ഞാൽ ഹി വാസ് എൻടൈറ്റിൽഡ് ടു 30 days ആണ്. 30 days ലീവ് എവരി ഇയർ. അപ്പൊ ആകെ എല്ലാ വർഷവും എത്രയാണ്? 30 ദിവസത്തെ ലീവ് ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ അദ്ദേഹത്തിന് സർവീസ് എത്രയാണ് ഉള്ളത്? അവർക്ക് 20 years സർവീസ് ആണ് ഉള്ളത്. 20 yearsൽ നമുക്ക് 1 വർഷം 30 ലീവ് വെച്ച് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, അതിൽ 480 ലീവ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോ 600 ലീവ് ടോട്ടൽ ഉണ്ടാവും. അതിൽ 480 ലീവ് എടുത്തിരിക്കണേ. അപ്പൊ ബാലൻസ് എത്രയുണ്ട്? 120 ലീവ് നമുക്ക് എന്താവാനുണ്ട്? നമുക്ക് ഇനിയും
നമുക്ക് എൻ ക്യാഷ് ചെയ്യാനുണ്ട്. 120 ഡേയ്സോടെ ലീവ് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? എൻ ക്യാഷ് ചെയ്യാനുണ്ട്. അതെങ്ങനെയാ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ലീവ് സാലറി എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയാണ് മന്തിലാണ് തന്നിരിക്കുന്നത്. അതായത് നമുക്ക് ടോട്ടൽ, അതായത് ഒരു വർഷം 30 ദിവസത്തെ ലീവ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു വർഷം 30 ദിവസത്തെ ലീവ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവർക്ക് എന്താണ്, ഒരു വർഷം 30 ദിവസമാണെങ്കിൽ ടോട്ടൽ സർവീസ് എത്രയാണ്? 20 ഇയേഴ്സ് സർവീസ് ഉണ്ട്. അപ്പൊ ടോട്ടൽ എത്ര ലീവ് കിട്ടണം? 600 ലീവ് ടോട്ടൽ കിട്ടണം. ഓക്കെ, അതിൽ എത്ര എടുത്തിട്ടുള്ളൂ? 480 ലീവ് എടുത്തിട്ടുള്ളൂ അല്ലെ? അപ്പൊ നമ്മളുടെ ബാലൻസ് എത്രയുണ്ടാവും? 120 ഡേയ്സ്. ഇത് ഏതിൽ തന്നിരിക്കുന്നത്? ഡേയ്സിലാണ്. നമ്മൾ പഠിച്ചു 2 ഫോർമുലയുണ്ട്, ഒന്ന് മന്തിൽ തന്നാലും ഇനി ഒന്ന് ഡേയ്സിൽ തന്നാലും എന്നുള്ളത്. ഇതാണ് നമ്മൾ ഡേയ്സിൽ തന്നാലുള്ള ഫോർമുല. ഓക്കെ, ആ ഫോർമുല നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് വരാം. കൺട്രോൾ വി. ഓക്കെ, ടോട്ടൽ ലീവ് എത്രയാണ്? 600 ആണ്. മൈനസ് ആക്ച്വൽ ലീവ് ടേക്കൺ. എത്രയാ ആക്ച്വൽ ആയിട്ട് എടുത്തേക്കണേ? 480 ഡേയ്സ് എടുത്തിട്ടുള്ളൂ. ഓക്കെ, അതിന്റെ മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര വരും? 120 ഡേയ്സ് വരും. ഡിവൈഡഡ് ബൈ ലീവ് പെർ മന്ത്. ഒരു മാസത്തെ ലീവ് എന്ന് പറയുന്നത് എത്രയെന്ന് അതിൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്? 30 ഡേയ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? അപ്പൊ എത്ര വരും? 4 വരും. ഇനി ആവറേജ് സാലറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ് ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു ഇവര്? എത്രയാണ്? 6,600. ഓക്കെ, 6,600 ആണ് ആവറേജ് സാലറി ആയിട്ട് വരുന്നത്. അപ്പൊ 4 ഇൻറ്റു 4 ഇവിടം വരെ കിട്ടിയില്ലേ? 4 ഇൻറ്റു 6,600 ഇടാൻ നേരത്ത് 26,400 ആണ് എന്ത് പറയണത്? 4th സ്റ്റെപ്പിന്റെ ആൻസർ ആയിട്ട് പറയുന്നത്. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞില്ലേ 2 ഫോർമുലയുണ്ട്, ഒന്ന് ഡേയ്സിന് കണ്ടുപിടിക്കുന്നത്, ഒന്ന് മന്തിന് കണ്ടുപിടിക്കുന്നത്. നിങ്ങൾ ഡേയ്സ് ആണോ മന്ത് ആണോ എന്ന് നോക്കി വേണം ആ ഫോർമുല ഇടാനായിട്ട്. ഈ ഡേയ്സ് ആയതുകൊണ്ടാണ് ഇത് ഇട്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് 4th സ്റ്റെപ്പ് എത്ര വന്നു? 26,400 വന്നു. അപ്പൊ ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ളതാണ് 5 lakh, 25 lakh, 66,000. 26,400 ആണ് അപ്പൊ ഏറ്റവും കുറവായിട്ടുള്ളത്. അതാണ് നമുക്ക് എക്സംഷൻ കിട്ടുള്ളൂ. ബാലൻസ് 4,73,600 നമുക്ക് എന്തായിട്ട് വരും? ടാക്സബിൾ ആയിട്ട് വരും. ഓക്കെ, നോൺ ഗവൺമെന്റ് എംപ്ലോയിയുടെ കണ്ടു. സി എന്താണ്? സി ഇല്ല അല്ലെ? എയും ബിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ഗവൺമെന്റ് എംപ്ലോയി, നോൺ ഗവൺമെന്റ് എംപ്ലോയി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, മനസ്സിലായില്ലേ? പിന്നെ ഇവിടത്തെ വേറൊരു കൺഫ്യൂഷൻ ഒഴിവായത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിട്ടയർ ആവുന്നത് 1 ഡിസംബർ, ഒരു മാസത്തിന്റെ ആദ്യം തന്നെയായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഇത് ഒഴിവായിട്ടുണ്ട്. നമ്മുടെ ടെക്സ്റ്റില്, നമ്മുടെ മെറ്റീരിയലില് നമുക്ക് ഇതേപോലെ പ്രോബ്ലം കൊടുത്തിട്ടുണ്ട്. 2 തരത്തിലും കാണാനുള്ളതുണ്ട്. പക്ഷെ അവിടുത്തെ പ്രോബ്ലം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് 3 lakh ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങളത് 25 lakh ആക്കിയിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കുക. ടെലിഗ്രാം ഓർ കമന്റ് ആയിട്ട് ഞാൻ തീർച്ചയായിട്ടും അതിന് പറഞ്ഞുതരാം. ഇനി അപ്പൊ നമ്മൾ 2 എണ്ണം കഴിഞ്ഞു. ഇനി അടുത്തത് എന്താണ്? പെൻഷനാണ്. 3rd വൺ ആണ് പെൻഷൻ. പെൻഷൻ നമുക്ക് അറിയാം അല്ലെ എന്താണെന്നുള്ളത്. നമുക്ക് എല്ലാവർക്കും പെൻഷൻ കിട്ടുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഓക്കെ, നമുക്കറിയാം എന്താണ് പെൻഷൻ എന്നുള്ളത്. ഇനി ആ പെൻഷൻ എന്നുള്ളത് അത്രയും എംപ്ലോയർക്ക് വേണ്ടിയിട്ട് അത്രയും നാള് ചെയ്തതാണ്. അതുകൊണ്ട് അവർ കിടക്കണ ഒരു പ്രസന്റ് ആണ് അല്ലെ? ഒരു എമൗണ്ട് ആണ് നമ്മൾ എന്ത് പറയണത്? പെൻഷൻ എന്ന് പറയണത്. ആ പെൻഷൻ എന്ന് പറയുന്നത് നമുക്ക് 2 ആയിട്ട് റിസീവ് ചെയ്യാം. ഒന്ന് പീരിയോഡിക്കലി റിസീവ് ചെയ്യാം, അതിനെ അൺകമ്മ്യൂട്ടഡ് പെൻഷൻ എന്ന് പറയും. ഇനി ലംസ് എമൗണ്ട് ആയിട്ട്, അതായത് കുറച്ച് വലിയ എമൗണ്ട് ആയിട്ട് ടോട്ടലായിട്ട് ഇങ്ങോട്ട് റിസീവ് ചെയ്യാം, അതിനെ കമ്മ്യൂട്ടഡ് പെൻഷൻ എന്ന് പറയും. അങ്ങനെ 2 തരത്തിലുള്ള പെൻഷൻ ഉണ്ട്. എന്തൊക്കെയാണ്? ഒന്ന് പീരിയോഡിക്കലി അല്ലെ, ഓരോ മാസം ഞാൻ വാങ്ങിക്കോളാം എന്ന് പറഞ്ഞ് പീരിയോഡിക്കലി റിസീവ് ചെയ്യണേനെ അൺകമ്മ്യൂട്ടഡ് പെൻഷൻ എന്നും, എന്താണ്, ഒരു ലംസ് എമൗണ്ട് ആയിട്ട് വാങ്ങുന്നതിനെ കമ്മ്യൂട്ടഡ് പെൻഷൻ എന്ന് പറയും. ഓക്കെ, ഈ കമ്മ്യൂട്ടഡ് പെൻഷൻ എന്നുള്ളത് അതിന്റെ ലംസ് എമൗണ്ട് എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യണത് കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് ഏജ്, ഹെൽത്ത്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എല്ലാം നോക്കിയിട്ടാണ് അത് കൺസിഡർ ചെയ്യണത്. ഇനി പെൻഷൻ എന്നുള്ളത് 1010A പറയണത്. ഇതിനെ 3 ഇതായിട്ട് തിരിക്കുന്നുണ്ട്. എന്താണ്? ഒന്ന് ഡ്യൂറിങ് എംപ്ലോയ്മെന്റ്, കണ്ടിന്യൂഷൻ ഓഫ് സർവീസിന് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ പെൻഷൻ വാങ്ങുന്നതെങ്കിൽ അത് ഫുള്ളി ടാക്സബിൾ ആണ്. ഇനി ടെർമിനേഷൻ ഓഫ് സർവീസ്, നമ്മൾ റിട്ടയർ ആയതിനു ശേഷമാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അതിനെ 2 ആയിട്ട് തിരിക്കാം. എങ്ങനെ തിരിക്കാം? അൺകമ്മ്യൂട്ടഡ് പെൻഷൻ എന്നും കമ്മ്യൂട്ടഡ് പെൻഷൻ എന്നും. അൺകമ്മ്യൂട്ടഡ് പെൻഷൻ ആണെന്നുണ്ടെങ്കിൽ
അൺകമ്മ്യൂട്ടഡ് പെൻഷൻ ആണെന്നുണ്ടെങ്കിൽ മന്ത്ലി വാങ്ങുന്ന പെൻഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഫുള്ളി ടാക്സബിൾ ആണ്. ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിലും നോൺ ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിലും ഫുള്ളി ടാക്സബിൾ ആണ്. ഇനി കമ്മ്യൂട്ടഡ് പെൻഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ടോട്ടൽ ലംസ് എമൗണ്ട് ആയിട്ട് വാങ്ങുന്നതാണ് കമ്മ്യൂട്ടഡ് പെൻഷൻ. ആ കമ്മ്യൂട്ടഡ് പെൻഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ രണ്ടായിട്ട് തിരിക്കാം. എന്താണ്, ഗവൺമെന്റ് എംപ്ലോയി എന്നും നോൺ ഗവൺമെന്റ് എംപ്ലോയി എന്നും. ഗവൺമെന്റ് എംപ്ലോയി എന്നുള്ളത് നമ്മൾ പഠിച്ചു അല്ലെ, ഗവൺമെന്റ് എംപ്ലോയി സുഖം സ്വസ്ഥം. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ്, ഫുള്ളി എക്സംപ്റ്റ് ആണ്. 10(10)(a)(1) അനുസരിച്ച് ഫുള്ളി എക്സംപ്റ്റ് ആണ് ഗവൺമെന്റ് എംപ്ലോയിക്ക് കമ്മ്യൂട്ടഡ് പെൻഷൻ കിട്ടുമ്പോൾ. പക്ഷേ അൺകമ്മ്യൂട്ടഡ് പെൻഷൻ ആണെങ്കിൽ ഗവൺമെന്റ് മന്ത്ലി വാങ്ങുന്നതിന് ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ നോൺ ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിലും അത് ടാക്സബിൾ ആണ്. കമ്മ്യൂട്ടഡ് പെൻഷൻ ആണെങ്കിൽ ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ ഫുള്ളി എക്സംപ്റ്റ് ആണ്. നോൺ ഗവൺമെന്റ് എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ അതിനെ വീണ്ടും രണ്ടായിട്ട് തിരിക്കേണ്ടത്. എന്താണ്, റിസീവ്ഡ് ഗ്രാറ്റുവിറ്റി എന്നും നോട്ട് റിസീവ്ഡ് ഗ്രാറ്റുവിറ്റി എന്നും. അത് കവേർഡ് ബൈ ഗ്രാറ്റുവിറ്റി ആക്ട് അല്ല. ഗ്രാറ്റുവിറ്റി ആക്ടിൽ കവർ ചെയ്യുന്നുണ്ടോ എന്നുള്ളതല്ല ഇവിടെ പ്രശ്നം. ഇത് ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്യുന്നുണ്ടോ റിസീവ് ചെയ്യുന്നില്ലേ എന്നുള്ളതാണ് പ്രശ്നം. ഓക്കെ, കവേർഡ് ചെയ്യുന്നു, അതായത് ഗ്രാറ്റുവിറ്റി ആക്ടിന്റെ പാർട്ടാണോ അത് കവർ ചെയ്യുന്നുണ്ടോ എന്നുള്ളതല്ല ഇവിടെ നോക്കുന്നത്. റിസീവ് ചെയ്യുന്നു, ഗ്രാറ്റുവിറ്റി ആയിട്ട് ഒരു എമൗണ്ട് റിസീവ് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് മാത്രമേ നോക്കുന്നുള്ളൂ. ഓക്കെ, അത് രണ്ടും തെറ്റിപ്പോകരുത്. റിസീവ് ഗ്രാറ്റുവിറ്റി ആണെന്നുണ്ടെങ്കിൽ 1/3 ഫുൾ വാല്യൂ ഓഫ് പെൻഷൻ. 1/3 ഫുൾ വാല്യൂ, അതായത് ഇപ്പൊ നമ്മളുടെ അടുത്ത് പറയും എത്രയാണ്, ഇത്രയാണ് അയാൾക്ക് പെൻഷൻ, അതിൽ 80% അല്ലെങ്കിൽ 50% എത്രയാണ് കമ്മ്യൂട്ടഡ് പെൻഷൻ ആണ്, ബാലൻസ് അൺകമ്മ്യൂട്ടഡ് ആണെന്ന് പറയും. അതിൽ നമ്മൾ ആ എത്രയാണ്, അതിൽ വെച്ച് നമുക്ക് എന്ത് ചെയ്യും, 80% ആണ് ഇത്രയെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ 50% ആണ് ഈ എമൗണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 100% കണ്ടുപിടിക്കാൻ പാടില്ലേ. ആ 100%ന്റെ 1/3 ആണ് എടുക്കേണ്ടത് ഫുൾ വാല്യൂ ഓഫ് പെൻഷൻ എന്ന് പറയുന്നത്. ഇനി നോട്ട് റിസീവ്ഡ് ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്യുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ 1/2 ഫുൾ വാല്യൂ ഓഫ് പെൻഷൻ, അതായത് ഹാഫ് ആണ് എടുക്കുന്നത്. ഫുൾ വാല്യൂ പെൻഷന്റെ 1/2 എടുക്കുക. കവർ ചെയ്യുന്നുണ്ട്, റിസീവ് ഗ്രാറ്റുവിറ്റി കവർ അല്ല, റിസീവ് ഗ്രാറ്റുവിറ്റി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ 1/3 ആണ്. ഫുൾ വാല്യൂ ഓഫ് പെൻഷന്റെ 1/3 ആണ് എടുക്കേണ്ടത്. ഓക്കെ, ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ്, ഇത് ഇമ്പോർട്ടന്റ് ആണ്. എന്താണ്, കവേർഡ് ബൈ പേയ്മെന്റ് ഗ്രാറ്റുവിറ്റി ആക്ട് ആണോ അല്ലേ എന്നുള്ളതല്ല നോക്കുന്നത്, ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് മാത്രമാണ് നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഒന്നും കൂടി നോക്കാം. എന്താണ്, റിട്ടയർ ചെയ്തതിന് ശേഷമാണ് പെൻഷൻ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അതിനെ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്, അൺകമ്മ്യൂട്ടഡ് പെൻഷൻ എന്നും കമ്മ്യൂട്ടഡ് പെൻഷൻ എന്നും. അൺകമ്മ്യൂട്ടഡ് പെൻഷൻ ആണെന്നുണ്ടെങ്കിൽ ഫുള്ളി ടാക്സബിൾ ആണ്, ഗവൺമെന്റ് ആയാലും നോൺ ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിലും. കമ്മ്യൂട്ടഡ് പെൻഷൻ ആണെന്നുണ്ടെങ്കിൽ അതിനെ രണ്ടായിട്ട് വീണ്ടും തിരിക്കും, ഗവൺമെന്റ് എംപ്ലോയി എന്നും നോൺ ഗവൺമെന്റ് എംപ്ലോയി എന്നും. ഗവൺമെന്റ് എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ അത് ഫുള്ളി എക്സംപ്റ്റ് ആണ്. നോൺ ഗവൺമെന്റ് എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ അതിനെ വീണ്ടും രണ്ടായിട്ട് തിരിക്കും, റിസീവ്ഡ് ഗ്രാറ്റുവിറ്റി എന്നും നോട്ട് റിസീവ്ഡ് ഗ്രാറ്റുവിറ്റി എന്നും. റിസീവ്ഡ് ഗ്രാറ്റുവിറ്റി ആണെന്നുണ്ടെങ്കിൽ 1/3 ഓഫ് ഫുൾ വാല്യൂ ഓഫ് പെൻഷൻ ആണ്. നോട്ട് റിസീവ്ഡ് ഗ്രാറ്റുവിറ്റി ആണെങ്കിൽ 1/2 ഓഫ് ഫുൾ വാല്യൂ ഓഫ് പെൻഷൻ ആണ്. ഇതിൽ റിസീവ്ഡ് ഗ്രാറ്റുവിറ്റി ആണ്, കവേർഡ് അല്ല. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്താണ്, ആഫ്റ്റർ ഡെത്ത് ഓഫ് എംപ്ലോയി. ഇത്രയും നാൾ നമ്മൾ ഇത്രയും 2 പോയിന്റിൽ നമ്മൾ പഠിച്ചത് എന്താണ്, ആഫ്റ്റർ ഡെത്ത് ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അത് നോൺ ടാക്സബിൾ ആണ്. പക്ഷെ പെൻഷന്റെ കേസിൽ ഒരു വ്യത്യാസമുണ്ട്. ആഫ്റ്റർ ഡെത്ത് കിട്ടണത് ലീഗൽ ഹയറിനായിരിക്കും, അത് എന്തായിരിക്കും, അത് ടാക്സബിൾ ആയിരിക്കും. ടാക്സബിൾ ഏതിലെ പറഞ്ഞത്, IFOS ഇൻകം ഫ്രം അതർ സോഴ്സസിൽ ടാക്സബിൾ ആയിട്ടായിരിക്കും എടുക്കുന്നത് ലീഗൽ ഹയറിന് കിട്ടിയാലും. ഓക്കെ, അതൊന്ന് ഓർത്ത് വെക്കണം. ഇനി ഇതിൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെൻഷൻ റിസീവ്ഡ് ബൈ വിഡോ ഓർ ലീഗൽ ഹയർ ഓഫ് എ ഡിസീസ്ഡ് എംപ്ലോയർ ഷാൽ നോട്ട് ബി ടാക്സബിൾ ആസ് സാലറി ബട്ട് ടാക്സബിൾ ആസ് ഇൻകം ഫ്രം അതർ സോഴ്സസ്. ഓക്കെ, അത് നമ്മൾ അതിൽ പഠിക്കും. പിന്നെ കമ്മ്യൂട്ടഡ് പെൻഷൻ ഈസ് ടാക്സബിൾ. പെൻഷൻ റിസീവ്ഡ് ഫ്രം യുഎൻഒയിൽ ഇരുന്ന് യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷനിൽ നിന്ന് എന്തെങ്കിലും പെൻഷൻ കിട്ടുവാണെങ്കിൽ അത് ടാക്സബിൾ അല്ല. ഓക്കെ, ഇനി നമുക്ക് ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ ക്ലിയർ ആവും. മിസ്റ്റർ അമിത് ഹാസ് റിട്ടയർഡ് ഫ്രം ഹിസ് ജോബ് 31st March 2022. ഫ്രം 1st April 2022 he was entitled to pension 3,000. ഓക്കെ, റിട്ടയർ ചെയ്തത് മാർച്ച് 2022 ആണ്. പക്ഷെ ഏപ്രിലിൽ ഇരുന്ന് തന്നെ അവരുടെ പെൻഷൻ കിട്ടി തുടങ്ങി 3,000 വെച്ചിട്ട്. ഓഗസ്റ്റ് ആയപ്പോഴേക്കും, ഏപ്രിലിൽ കിട്ടി തുടങ്ങി ഓഗസ്റ്റ് ആയപ്പോഴേക്കും 80% പെൻഷൻ
കമ്മ്യൂട്ട് ചെയ്തിട്ട് 80% പെൻഷൻ വാങ്ങി, 80% വാങ്ങി, അതായത് 1,20,000. 80% എന്നുള്ളത് 1,20,000 ആണെന്നുണ്ടെങ്കിൽ അതിന് 100% എത്രയാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കും? 1,20,000 എന്നുള്ളത് 80% ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ 100% എന്നുള്ളത് 1,20,000 ഡിവൈഡഡ് ബൈ 80 into 100. അപ്പൊ ടോട്ടൽ എമൗണ്ട് എത്രയാണ്? 1,50,000 ആണ്. ആ 1,50,000 80% ആണ് വാങ്ങിയിരിക്കുന്നത്. ബാക്കി നമ്മൾ എന്ത് ചെയ്യും? മന്ത്ലി വാങ്ങിക്കോളാം എന്നുള്ളതായിരിക്കും അവർ വിചാരിച്ചിരിക്കണം. കമ്പ്യൂട്ട് ടാക്സബിൾ പെൻഷൻ ഇഫ് ഹി ഈസ് കേസ് എ ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ, നോൺ ഗവൺമെന്റ് എംപ്ലോയി ആൻഡ് നോട്ട് റിസീവ്ഡ് ഗ്രാറ്റുവിറ്റി ആണെങ്കിൽ, നോൺ ഗവൺമെന്റ് എംപ്ലോയി റിസീവ്ഡ് ഗ്രാറ്റുവിറ്റി ബട്ട് നോട്ട് കവേർഡ് ബൈ ദ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആയിട്ട് നമ്മൾ കവർ ചെയ്യണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾ നോക്കണല്ലോ അല്ലെ. റിസീവ് ചെയ്യണ്ടോ ഇല്ലേ എന്നുള്ളതാണ് നോക്കണത്. അത് പ്രത്യേകം ഓർത്ത് വെക്കണം. ഇനി അതെങ്ങനെ നമ്മൾ കാണാം? ഫസ്റ്റ് കേസ് ഗവൺമെന്റ് എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ, നമുക്ക് രണ്ടായിട്ട് തന്നെ കാണാം പെൻഷൻ. ഇവിടെ വന്ന് കമ്മ്യൂട്ടഡ് പെൻഷനും ഉണ്ട്, അൺകമ്മ്യൂട്ടഡ് പെൻഷനും ഉണ്ട് അല്ലെ. ഗവൺമെന്റ് എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ അൺകമ്മ്യൂട്ടഡ് പെൻഷൻ ആണെന്നുണ്ടെങ്കിലോ നമ്മൾ പഠിച്ചായിരുന്നു അല്ലെ. അൺകമ്മ്യൂട്ടഡ് പെൻഷൻ ആണെങ്കിൽ ഫുള്ളി ടാക്സബിൾ ആണെന്നും കമ്മ്യൂട്ടഡ് പെൻഷൻ ആണെന്നുണ്ടെങ്കിലാണ് ഫുള്ളി എക്സംപ്റ്റ് എന്നും നമ്മൾ പഠിച്ചു. അപ്പൊ അൺകമ്മ്യൂട്ടഡ് പെൻഷനും ഉണ്ട്, കമ്മ്യൂട്ടഡ് പെൻഷനും ഉണ്ട്. അതിലെന്താണ്? 1 ഏപ്രിൽ ഇരുന്ന് ജൂലൈ വരേക്കുള്ളത് നമുക്ക് എന്ത് ചെയ്യും? അതിന് ടാക്സ് ചെയ്തേ പറ്റൂ. 3,000 വെച്ച് വാങ്ങുന്നുണ്ട്, അതിന് ടാക്സ് ചെയ്യാം. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ 4 months 3,000 into 4 months എന്നുള്ളത് 12,000. 3 കേസിലും 12,000 വരും. അത് 3 കേസിലും എന്തായിട്ട് വരും? ആ ടാക്സബിൾ എമൗണ്ട് തന്നെയാണ്. ഇനി അടുത്തത് എന്താണ്? ഓഗസ്റ്റിലിരുന്ന് പക്ഷേ കിട്ടുന്നുണ്ട്. ഓഗസ്റ്റിലിരുന്ന് എത്രയാണ്? 80% നമ്മൾ എന്ത് ചെയ്തു? അത് കമ്മ്യൂട്ട് ചെയ്താ വാങ്ങി. പക്ഷേ ബാലൻസ് 20% ഇല്ലേ? ബാലൻസ് എത്രയുണ്ട്? 20% ഉണ്ട്. അതായത് അതെങ്ങനെ കാണും? ഒന്നില്ലെങ്കിൽ ഈ 3,000 അല്ലേ നമ്മുടെ മന്ത്ലി പെൻഷൻ, അതിന്റെ 80% ആണ് വാങ്ങിയിരിക്കുന്നത്. അപ്പൊ അതിന്റെ 20% എത്രയെന്ന് നോക്കാം. 3,000-ന് 20% എത്രയും നോക്കുക. എത്രയാണ്? 600. ആ 600 rupees നമുക്ക് എന്താണ്? ഓഗസ്റ്റിലിരുന്ന് കിട്ടിയിട്ടുണ്ടാവില്ലേ? ഓഗസ്റ്റിലിരുന്ന് 3,000 കിട്ടിക്കാണില്ല, ആ 20% കിട്ടിക്കാണും. 80% നമ്മൾ വാങ്ങി, അതിന്റെ 20% നമ്മൾ ഓഗസ്റ്റിലിരുന്ന് കിട്ടിക്കാണില്ലേ? ഓഗസ്റ്റ് തുടങ്ങി മാർച്ച് വരേക്ക് നമുക്ക് കിട്ടിക്കാണും. എത്ര മാസം? 8 മാസം. അങ്ങനെ 600 into 8 കാണുക. എത്രയാണ്? 4,800. ഇതിന് എല്ലാവർക്കും ടാക്സ് ഉണ്ട് അല്ലേ. അൺകമ്മ്യൂട്ടഡ് പെൻഷന് എല്ലാവർക്കും ടാക്സബിൾ ആണ്. അപ്പൊ എത്ര എമൗണ്ട് ആണ് അതവിടെ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ എന്ത് ചെയ്യും? നമ്മളിവിടെ 1 ഏപ്രിലിൽ ഇരുന്ന് നമുക്ക് 3,000 കിട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ ഏപ്രിലിൽ ഇരുന്നുള്ളത് നമ്മൾ എടുക്കും. പക്ഷേ ഓഗസ്റ്റിലിരുന്ന് നമ്മൾ 80% കമ്മ്യൂട്ടഡ് ആയിട്ട് റിസീവ് ചെയ്തു എന്ന് പറയാൻ നേരത്ത് നമ്മൾ എന്ത് ചെയ്യും? പിന്നെ അവിടെ അൺകമ്മ്യൂട്ടഡിന്റെ ഒരു പോർഷൻ ഉണ്ട്, ഒരു 20% ഉണ്ടെന്നുള്ളത് നമ്മൾ മറന്നുപോകും. നമ്മൾ എന്ത് ചെയ്യും? അതവിടെ വിട്ടുകളയും. അതാണ് നമുക്ക് മിക്കവർക്കും തെറ്റുപറ്റണത്. ഓക്കെ, അവിടെ ഇപ്പൊ എന്ത് ചെയ്യണം? അൺകമ്മ്യൂട്ടഡിന്റെ പോർഷൻ 20% നമ്മൾ എന്ത് ചെയ്യണം? അതെല്ലാവർക്കും ടാക്സബിൾ ആണെന്ന് പറഞ്ഞ് എടുക്കണം. അൺകമ്മ്യൂട്ടഡ് പെൻഷൻ കണ്ടത് മനസ്സിലായില്ലേ? 3,000 ആണ് നമുക്ക് ഫുൾ എമൗണ്ട് കിട്ടിയിരുന്നത്. അതിൽ 80% പോയി, ബാലൻസ് എത്രയാണ്? 20%. അത് 600 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അതാണ് ഓഗസ്റ്റിലിരുന്ന് മാർച്ച് വരേക്ക് നമുക്ക് വരണത്. അതപ്പോൾ അത്രയും ഫുള്ളി ടാക്സബിൾ അല്ലേ? 16,800 ഫുള്ളി ടാക്സബിൾ അല്ലേ? ഇനി കമ്മ്യൂട്ടഡ് പെൻഷന്റെ കാര്യം നോക്കാം. കമ്മ്യൂട്ടഡ് പെൻഷൻ എത്രയാണ്? 1,20,000 ആണ് കിട്ടിയിരിക്കുന്നത്. 1,20,000 കിട്ടിയിരിക്കുമ്പോൾ നമുക്ക് അതിന് എത്ര എക്സംഷൻ ഉണ്ടെന്ന് നോക്കാം. എക്സംഷന്റെ കേസിൽ ഫസ്റ്റ് ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ അതിന് ഫുള്ളായിട്ട് എക്സംഷൻ ആണ്. എന്ത് ചെയ്യും? ടാക്സബിൾ ആയിട്ട്. അൺകമ്മ്യൂട്ടഡ് പെൻഷന്റെ ഒന്നും ടാക്സബിൾ ആയിട്ട് വരില്ല. അൺകമ്മ്യൂട്ടഡ് പെൻഷന്റെ 16,800 മാത്രമേ ഗവൺമെന്റ് എംപ്ലോയിക്ക് ടാക്സബിൾ ആയിട്ട് വരുള്ളൂ. ഇനി നോൺ ഗവൺമെന്റ് എംപ്ലോയി നോട്ട് റിസീവ്ഡ് ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്യുന്നില്ല എന്നാണെന്നുണ്ടെങ്കിൽ അവിടെ എങ്ങനെ ടാക്സബിൾ ആയിട്ട് വരും? 1,20,000 തന്നെയാണ് കമ്മ്യൂട്ടഡ് പെൻഷൻ ആയിട്ട് വരുന്നത്. അവർക്ക് കാണാനായിട്ട് എങ്ങനെയാ കാണേണ്ടത്? നോട്ട് കവേർഡ്, നോട്ട് റിസീവ്ഡ് ഗ്രാറ്റുവിറ്റി ആണെന്നുണ്ടെങ്കിൽ എത്ര വരും? 1/2 ആണ് പറഞ്ഞത്. റിസീവ്ഡ് ഗ്രാറ്റുവിറ്റി ആണെങ്കിൽ 1/3 ആണ് പറഞ്ഞത്. റിസീവ്ഡ് ഗ്രാറ്റുവിറ്റി ആണെങ്കിൽ 1/3ഉം നോട്ട് റിസീവ്ഡ് ആണെങ്കിൽ 1/2 ആണ് പറഞ്ഞത്. എന്തിന്റെയാ പറഞ്ഞത്? ഈ 1,20,000 ആണോ? അല്ല, ഫുൾ വാല്യൂ പെൻഷന്റെ. അതാണ് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചത് അല്ലെ. 1,20,000 എന്നുള്ളത് 80% ആയിട്ടുള്ളൂ. നമുക്ക് എത്രയാണ് കാണേണ്ടത്? ഫുൾ വാല്യൂ പെൻഷനാണ്. നമ്മളവിടെ ആ ഫോർമുലയിൽ എഴുതിക്കണ നോക്കൂ. ഇവിടെ ഫുൾ വാല്യൂ ഓഫ് പെൻഷൻ എന്നാ എഴുതിയേക്കണേ.
എത്ര കമ്മ്യൂട്ട് ചെയ്തു അതിന്റെ പെൻഷൻ എല്ലാം എഴുതിയേക്കണം. ഫുൾ വാല്യൂ കാണണം. ഫുൾ വാല്യൂ കാണാനായിട്ട് ഇവിടെ 80% എന്നുള്ളത് 1,20,000 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 100% എന്നുള്ളത് എത്രയാണ്? അത് 1,50,000 ആണെന്ന് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പൊ 1,50,000ന്റെ 1/2ഉം 1/3ഉം ആണ് കാണേണ്ടത്. 1,50,000ന്റെ 1/2 കാണാൻ നേരത്തേക്ക് 75,000 വരും. 1/3 കാണാൻ നേരത്ത് 50,000 വരും. ഓക്കെ, അപ്പൊ ആ 1,20,000 1/2 ആണെന്നുണ്ടെങ്കിൽ, അതായത് ബി കേസിൽ നോട്ട് റിസീവ്ഡ് ഗ്രാറ്റുവിറ്റി കേസിൽ 1/2 ആണ്. അപ്പൊ 75,000 1,20,000 മൈനസ് ചെയ്യുമ്പോൾ 45,000 ടാക്സബിൾ ആണ്. 45,000 പ്ലസ് 16,800 61,800 ആണ് ടാക്സബിൾ ആയിട്ടുള്ളത്. ഇനി 1,20,000 റിസീവ്ഡ് ഗ്രാറ്റുവിറ്റി ആണെന്നുണ്ടെങ്കിൽ എത്രയാണ്? 1/3 ആണ് ടാക്സബിൾ ആയിട്ടുള്ളത്. അപ്പൊ 50,000 ആണ്. അപ്പൊ 1,20,000 50,000 പോയാൽ 70,000 ആണ് ടാക്സബിൾ ആയിട്ടുള്ളത്. 86,800. ഓക്കെ, ഇവിടെ എഴുതിയിട്ടുണ്ട്. 80% ആണ് 1,22,000. അപ്പൊ 100% എത്രയാണ്? 1,50,000. ഓക്കെ, ഇങ്ങനെ വേണം കണ്ടുപിടിക്കാനായിട്ട്. ഇനി അടുത്തത് എന്താണ്? സാഗർ ഹു റിട്ടയർ 1/10/23 ഈസ് റിസീവിംഗ് 5,000 പെർ മന്ത് ആസ് പെൻഷൻ ആയിട്ട് 5,000 റിസീവ് ചെയ്തു. ഓക്കെ, റിട്ടയർ ചെയ്തത് ഒക്ടോബറിലാണ്. 5,000 പെൻഷൻ കിട്ടി. ഓൺ 1st February തുടങ്ങി ഹി കമ്മ്യൂട്ടഡ് 60% ഓഫ് ഹിസ് പെൻഷൻ ആൻഡ് റിസീവ്ഡ് 3 lakh. അതായത് റിട്ടയർ ആയത് 110 ഇരുന്ന് പെൻഷൻ വാങ്ങണ്ട് ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി ആയപ്പോഴേക്കും അവരെന്ത് ചെയ്തു? 60% കമ്മ്യൂട്ട് ചെയ്തിട്ട് അവർ 3 lakh വാങ്ങി. യു ആർ റിക്വയർഡ് ടു compute taxable pension. He is government employee, he is a private sector employee and receiving gratuity 5 lakh at the time of retirement. He is private sector employee and did not receive gratuity at the time of retirement. Okay, അതിൽ ഗവൺമെന്റ് എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് അൺകമ്മ്യൂട്ടഡ് പെൻഷന് നമുക്ക് കാണണം അല്ലെ? ഒക്ടോബറിൽ ഇരുന്ന് നമുക്ക് കാണാം. ഒക്ടോബറിൽ ഇരുന്ന് 5,000 ആണ്. ഒക്ടോബറിൽ ഇരുന്ന് 5,000 ആണ് വാങ്ങിയിരിക്കുന്നത്. ഓക്കെ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി. ഓക്കെ, ഗവൺമെന്റ് എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ ഒക്ടോബർ ടു മാർച്ച് തന്നെ ഇവിടെ എടുത്തു. അതായത് 5,000 ഇൻറ്റു 4 months. ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി വരേക്കും 5,000 കിട്ടി. പിന്നെ എന്താണ്? പിന്നെ കിട്ടിയ ഫെബ്രുവരിയിൽ അവർ 60% വാങ്ങിച്ചു. ബാലൻസ് എത്രയുണ്ട്? 40% ഉള്ളൂ. അതായത് 5,000 ഇൻറ്റു 40% ആണ് ഇനി കിട്ടുള്ളൂ. എത്ര കിട്ടുള്ളൂ? 2,000 കിട്ടുള്ളൂ. ആ 2,000 കിട്ടുന്നത് ഫെബ്രുവരി, മാർച്ചിന് 2,000 കിട്ടുള്ളൂ. 2 മാസം അല്ലെ? അപ്പൊ അത് 4,000. ഇവിടെ 20,000. അങ്ങനെ ടോട്ടൽ 24,000 ആണ് അൺകമ്മ്യൂട്ടഡ് പെൻഷൻ ആയിട്ട് കിട്ടുന്നത്. അത് ടാക്സബിൾ ആണ്. ഗവൺമെന്റ് എംപ്ലോയിക്ക് അത് ടാക്സബിൾ ആണ്. ഇനി എന്താണ്? വേറെ കമ്മ്യൂട്ടഡ് പെൻഷൻ എത്ര കിട്ടി? 3 lakh കിട്ടി. പക്ഷെ അത് 3 lakhും എക്സംപ്റ്റ് ആണ്. അങ്ങനെ 24,000 മാത്രം ഗവൺമെന്റ് എംപ്ലോയിക്ക് ടാക്സബിൾ ആയിട്ട് വന്നു. അടുത്തത് എന്താണ്? റിസീവ്ഡ് ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്യുന്നുണ്ട് എന്നാ പറഞ്ഞിരിക്കണേ. അപ്പൊ ഇവർക്ക് അൺകമ്മ്യൂട്ടഡ് പെൻഷൻ എല്ലാവർക്കും 24,000 തന്നെയാണ്. ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ ആ 3 lakhിൽ നിന്ന് എത്ര പോകും? റിസീവ് ആണ് ഗ്രാറ്റുവിറ്റി 1/3 ആണ്. ആ 3 lakh എന്നുള്ളത് എത്രയാണ്? 3 lakh എന്നുള്ളത് 60% ആണ് അല്ലെ? 3 lakh എന്നുള്ളത് 60% ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 100% കാണാനായിട്ട് എന്താ ചെയ്യേണ്ടത്? 3 lakh ഡിവൈഡഡ് ബൈ 60 ഇൻറ്റു 100. 5 lakh ആണ് ഫുൾ വാല്യൂ പെൻഷൻ. ആ 5 lakhന്റെ 1/3 ആണ് എടുക്കേണ്ടത്. അപ്പൊ എത്ര വരും? 1,66,667. അതിനാണ് എക്സംഷൻ കിട്ടുന്നത്. അപ്പോ 1,33,333 എന്നുള്ളതും പ്ലസ് 24,000 കൂടി ചേർത്ത് ടാക്സബിൾ പെൻഷൻ ആവും. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? അവര് ഡിഡിന്റ് റിസീവ് ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്യുന്നില്ല. എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? 1/3 അല്ല, അതിന് പകരം എന്ത് എടുക്കണം? 1/2 എടുക്കണം. ആ 3 lakh അല്ല, എത്രയാണ്? അത് ഫുൾ വാല്യൂ എത്ര നമ്മൾ കണ്ടുപിടിച്ചത്? 5 lakh അല്ലെ? ഫുൾ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചത് 5 lakh ആണ്. ഓക്കെ, 5 lakh ആണ്. ആ 5 lakhന്റെ 1/2 എടുക്കണം.
ഓക്കെ, 5 ലാഖിന്റെ 1/2 കൊടുക്കുമ്പോൾ നമുക്കറിയാം 2,50,000 ആണെന്ന്. 3 ലാഖിൽ നിന്ന് 2,50,000 പോയ 50,000 ആണ്. 24,000 50,000 ടാക്സബിൾ ആവും. 74,000 ടാക്സബിൾ ആവും. ഓക്കെ, ഇതിൽ ശ്രദ്ധിക്കാനുള്ളത് എന്താണ്? ഫുൾ വാല്യൂ എന്നുള്ളത് ശ്രദ്ധിക്കണം. കവേർഡ് ആണെങ്കിൽ 1/3യും, നോട്ട് കവേർഡ് ആണെന്നുണ്ടെങ്കിൽ, അതായത് നോട്ട് കവേർഡ് അല്ല, സോറി കവേർഡ് അല്ല, റിസീവ്ഡ് ഗ്രാറ്റുവിറ്റി ആണെന്നുണ്ടെങ്കിൽ 1/3യും, നോട്ട് റിസീവ്ഡ് ഗ്രാറ്റുവിറ്റി ആണെന്നുണ്ടെങ്കിൽ 1/2 ആണ്. ഓക്കെ, കവേർഡ് എന്ന് മനസ്സിൽ വെക്കാതെ വിട്ടുകളയും. ഓക്കെ, ഇനി exemption respect of pension received by recipient of gallantry award 1018 അനുസരിച്ച് ഇനി ഏതെങ്കിലും ഒരു ഗാലൻട്രി അവാർഡ് കിട്ടുന്നുണ്ട്, പരംവീര ചക്ര, മഹാവീർ ചക്ര, അങ്ങനെ ഏതെങ്കിലും ഒരു ഗാലൻട്രി അവാർഡ് കിട്ടുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഒരു പെൻഷൻ കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് അത് എക്സംഷൻ ആണ് 1018 അനുസരിച്ച്. ഓക്കെ, ഇനി അവരുടെ മരണാനന്തരം അവർക്ക് ഫാമിലിക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിലും അതും എക്സംഷൻ ആണ്. ഓക്കെ, ഫാമിലി എന്ന് വെച്ചാൽ ആരൊക്കെ പെടും എന്നുള്ളതുണ്ട്. സ്പൗസ്, ചിൽഡ്രൻ ഓഫ് ദി ഇൻഡിവിജ്വൽ, പാരന്റ്, ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ് ഓഫ് ഇൻഡിവിജ്വൽ ഓർ എനി ഓഫ് ദം ഹോളി ഓർ മെയിൻലി ഡിപ്പെൻഡ് ഓൺ ദ ഇൻഡിവിജ്വൽ. ഓക്കെ, അവരെ ഡിപ്പെൻഡ് ചെയ്ത ആരെങ്കിലും ആയാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഗാലൻട്രി അവാർഡ് കിട്ടിയിട്ടുള്ള വ്യക്തിക്കാണ് പെൻഷൻ കിട്ടുന്നതെങ്കിൽ അത് എക്സംപ്റ്റ് ആണ്. അവരുടെ മരണശേഷം ഫാമിലി പെൻഷനായിട്ട് പോലെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ അവർക്കും അതെന്താണ്? എക്സംപ്റ്റ് ആണ്. പെൻഷൻ എന്ന് പറഞ്ഞാൽ സ്പൗസും ചിൽഡ്രനും പെടും, അതേപോലെ പാരന്റ്സും ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഇൻഡിവിജ്വലും അവരെ ഹോളി ഓർ പാർട്ട്ലി ഡിപ്പെൻഡ് ആണെന്നുണ്ടെങ്കിലാണ് പെടുന്നത്. ഇനി അടുത്താണ് റിട്രസ്റ്റ്മെന്റ് കോമ്പൻസേഷൻ. റിട്രസ്റ്റ്മെന്റ് കോമ്പൻസേഷൻ എന്ന് വെച്ചാൽ 1010B ആണ്. ഇപ്പൊ റിട്രസ്റ്റ്മെന്റ് കോമ്പൻസേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കോൺട്രാക്ട് പീരീഡിലേക്കാണ് എടുത്തിരിക്കണമെന്നുണ്ടെങ്കിൽ ആ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്തിട്ട് നമ്മളെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടുവാണെന്നുണ്ടെങ്കിൽ അപ്പോൾ കിട്ടുന്ന കോമ്പൻസേഷനെയാണ് റിട്രസ്റ്റ്മെന്റ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. 1010B അനുസരിച്ചാണ് റിട്രസ്റ്റ്മെന്റ് കോമ്പൻസേഷൻ. അത് 3 ഇതായിട്ട് നമുക്ക് തിരിക്കാം. അതായത് 3 എണ്ണത്തിൽ ഏതാണോ കുറവ് അതനുസരിച്ചാണ് നമുക്ക് കാണുന്നത്. ഒന്ന് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് 2 ആയിട്ട് തിരിക്കാം. ഒന്ന് സെൻട്രൽ ഗവൺമെന്റ് സ്കീം അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ അവർക്ക് റിട്രസ്റ്റ്മെന്റ് കോമ്പൻസേഷൻ എന്താണ്? അവിടെ നില്ലായിട്ടായിരിക്കും. അതേഴ്സ് ആണെന്നുണ്ടെങ്കിൽ എന്താ വരും? ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ്, അതായത് ഇവിടെ കൊടുത്തിരിക്കണ ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ് 5 ലാഖ്. അതല്ലാന്നുണ്ടെങ്കിൽ എന്താണ്? ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 25FB അനുസരിച്ച്, ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് അനുസരിച്ച് ഒരു ഇത് കാണും. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് അനുസരിച്ച് എങ്ങനെ കാണുന്നതെന്ന് വെച്ചാൽ 15/26 ഇൻറ്റു ലാസ്റ്റ് 3 months ആവറേജ് സാലറി ഇൻറ്റു 3 months ആണ്. 10 months ആണ് നമ്മൾ ഇത്രയും നേരം കണ്ടത്. ഇവിടെ എത്രയാണ്? 3 months ആണ്. 3 months ആവറേജ് സാലറി ഇൻറ്റു നമ്പർ ഓഫ് ഇയർ ഓഫ് കംപ്ലീറ്റഡ് സർവീസ് പാർട്ട് തേർ ഇൻ എക്സസ് ഓഫ് 6 months. 6 months കൂടുതൽ വരുവാണെങ്കിൽ നമ്മൾ അവിടെ എടുത്ത പോലെ ഹോൾ ഇയർ ആയിട്ട് എടുക്കാന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ സാലറി എന്ന് പറഞ്ഞാൽ ബേസിക് പ്ലസ് DA ആണ്. ഇതാണ് ആ 24FB അനുസരിച്ചുള്ള. അപ്പൊ ഏതാണ് 3 എങ്ങനെയാണ് തിരിക്കുന്നത്? ഒന്ന് ആക്ച്വൽ എത്ര എമൗണ്ട് കിട്ടി എന്നുള്ളത് നോക്കാം. അതിൽ 5 ലാഖ് ആണ് സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് വേണ്ടത്. പിന്നെ എന്താ വേണ്ടത്? മൂന്നാമത്തെ പോയിന്റ് ആണ് 50, അതായത് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 25FB എന്ന് പറയും. അതെങ്ങനെ കാണും? അത് 15/26 ഇൻറ്റു ലാസ്റ്റ് 3 months ആവറേജ് സാലറി ഇൻറ്റു കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് ഇൻ എക്സസ് ഓഫ് 6 months ഇൻ പാർട്ട് ഇയർ ഓഫ് ഇൻ എക്സസ് ഓഫ് 6 months എന്നുള്ളത് കാണാം. ഇവിടെ സാലറി എന്ന് പറഞ്ഞാൽ ബേസിക് പ്ലസ് DA ആണ്. അപ്പൊ എന്താണ്? ലാസ്റ്റ് 3 മാസത്തെ ആവറേജ് സാലറി എടുക്കണം. പിന്നെ എന്താണ്? കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് എടുക്കുക. അതിന് 6 months കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ഫുൾ ഇയർ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇനി ഇതില് ഇൻ കേസ് ഓഫ് വേർ ദ കോമ്പൻസേഷൻ ഈസ് പെയ്ഡ് അണ്ടർ എനി സ്കീം അപ്രൂവ്ഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ് നത്തിങ് ഷാൽ ബി ടാക്സബിൾ. സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ് ചെയ്ത ഏതെങ്കിലും ഒരു സ്കീമിലാണെന്നുണ്ടെങ്കിൽ അവിടെ ടാക്സബിൾ ആയിട്ട് ഒന്നുമില്ല. ഓക്കെ, അപ്പൊ ഇത് മറന്നു പോകരുത്. റിട്രസ്റ്റ്മെന്റ് കോമ്പൻസേഷൻ ആണെന്നുണ്ടെങ്കിൽ 1010B ആണ്. അതിൽ 3 പോയിന്റ് ഉണ്ട്. ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ് 5 ലാഖ്, ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 25FB അത് 15/26 ഇൻറ്റു ലാസ്റ്റ് 3 months സാലറി ഇൻറ്റു നമ്പർ ഓഫ് കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് പാർട്ട് ഇയർ ഓഫ് ഇൻ എക്സസ് ഓഫ് 6 months ആണ്. സാലറി എന്ന് വെച്ചാൽ ബേസിക് പ്ലസ് DA ആണ്. ബേസിക് പ്ലസ് DA പഠിച്ചത് നമ്മൾ ഫസ്റ്റ് ഗ്രാറ്റുവിറ്റി ആക്ടിലും കവേർഡ് അല്ലെ, അതിലും പിന്നെ എന്താണ് ഇവിടെ മാത്രമേ ബേസിക് പ്ലസ് DA ആയിട്ട് വരണുള്ളൂ. ബാക്കി എല്ലാത്തിലും എന്താണ്? ഇതായിരുന്നു, എന്തായിരുന്നു? ബാക്കി എല്ലാത്തിലും നമ്മൾ പഠിച്ചത് റിട്ടയർമെന്റ് ബെനിഫിറ്റ് വരണമായിരുന്നു, കമ്മീഷൻ ആസ് എ പെർസെന്റേജ് ഓഫ് ടേൺ ഓവറും വരണമായിരുന്നു. ഓക്കെ, ഇനി അടുത്തത്
VRS 1010C അനുസരിച്ച് VRS കോമ്പൻസേഷൻ റിസീവ്ഡ് അറ്റ് ദ ടൈം ഓഫ് വോളണ്ടറി റിട്ടയർമെന്റ് 1010C. VRS എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾക്ക് സർവീസ് ഉണ്ടായിരിക്കും, നമുക്കൊരു സർവീസ് ഉണ്ടായിരിക്കും, എന്നാലും നമ്മൾ നേരത്തെ മതിയാക്കി, ജോലി മതിയാക്കി, ശരി ഞാനിങ്ങനെ VRSന് പോരുവാണ് എന്ന് പറഞ്ഞ് നമ്മൾ പോരുവാണ്. ആ സ്ഥാനത്ത് നമുക്ക് എന്ത് ചെയ്യാം? പുതിയ എംപ്ലോയിനെ എടുക്കാം. അവിടെ എംപ്ലോയർക്ക് പുതിയ എംപ്ലോയിനെ എടുക്കാം, അല്ലെങ്കിൽ എന്താണ് പുതിയ എംപ്ലോയിനെ എടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. എന്നാലും നമ്മളുടെ കാര്യം മാത്രം പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, അവിടെ നമ്മൾ ജോലി മതിയാക്കി പോരുവാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ജോലി മതിയാക്കി ഇനി നമുക്ക് വേണ്ട, ഞങ്ങൾ വീട്ടിലിരുന്നോളാം, ഞങ്ങൾ റെസ്റ്റ് ആണ് എന്ന് പറഞ്ഞ് ജോലി മതിയാക്കി പോരുന്നതിനെയാണ് നമുക്ക് സർവീസ് ഇനി ഉണ്ടാവും, അതിന് മുന്നേ ജോലി മതിയാക്കി പോരുന്നതിനാണ് VRSൽ പോരുന്നു എന്ന് പറയുന്നത്. ഇനി അതിനും ചില ക്രൈറ്റീരിയസ് ഉണ്ട്, അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ എക്സംഷൻ കിട്ടുന്ന കണ്ടീഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കോമ്പൻസേഷൻ ഈസ് റിസീവ്ഡ് ഫ്രം സ്പെസിഫൈഡ് എംപ്ലോയർ. സ്പെസിഫൈഡ് എംപ്ലോയറിൽ നിന്നായിരിക്കണം കോമ്പൻസേഷൻ റിസീവ് ചെയ്യേണ്ടത്. ആ സ്പെസിഫൈഡ് എംപ്ലോയർ ആരാണെന്നുള്ളത് നമുക്ക് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, ഇതാ സെൻട്രൽ, സ്റ്റേറ്റ്, പ്രൊവിൻഷ്യൽ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അതേപോലെ സ്പെസിഫൈഡ് എംപ്ലോയറിൽ നിന്നായിരിക്കണം ആ കോമ്പൻസേഷൻ റിസീവ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത കോമ്പൻസേഷൻ റിസീവ്ഡ് ആസ് പെർ വോളണ്ടറി റിട്ടയർമെന്റ് സ്കീം, VRS സ്കീം അനുസരിച്ചായിരിക്കണം കോമ്പൻസേഷൻ കിട്ടുന്നത്. കോമ്പൻസേഷൻ കിട്ടുന്നത് സ്പെസിഫൈഡ് എംപ്ലോയറുടെ കയ്യിൽ നിന്നായിരിക്കണം. കോമ്പൻസേഷൻ റിസീവ് ചെയ്യുന്നത് VRS സ്കീം അനുസരിച്ചായിരിക്കണം. ഗൈഡ് ലൈനിൽ പറയുന്ന അനുസരിച്ച് VRS സ്കീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, എല്ലാ എംപ്ലോയീസിനും VRS സ്കീം എന്ന് വെച്ചാൽ ആപ്ലിക്കബിൾ ആവും, എല്ലാ എംപ്ലോയീസിനും ആപ്ലിക്കബിൾ ആവും. പക്ഷേ ഡയറക്ടേഴ്സിന് ഒഴിച്ച്, ഡയറക്ടേഴ്സിന് മാത്രം ഇത് ആപ്ലിക്കബിൾ അല്ല VRS എന്നുള്ളത്. VRS ബാലൻസ് എല്ലാ എംപ്ലോയീസിനും ആപ്ലിക്കബിൾ ആവും. ആർക്കൊക്കെ? അത് ഒന്നില്ലെങ്കിൽ 40 years കംപ്ലീറ്റ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ 10 വർഷം അവിടെ സർവീസ് ഉണ്ടായിരിക്കണം. ഓക്കെ, 10 വർഷം അവിടെ സർവീസ് ഉണ്ടായിരിക്കും. പബ്ലിക് സെക്ടർ കമ്പനിക്ക് അത് ആപ്ലിക്കബിൾ അല്ല, പബ്ലിക് സെക്ടർ കമ്പനിക്ക് അത് ആപ്ലിക്കബിൾ അല്ല. അപ്പൊ VRSന്റെ ഗൈഡ് ലൈൻ എന്തൊക്കെയാണ്? VRS എന്ന് പറഞ്ഞാൽ എല്ലാ എംപ്ലോയീസിനും കിട്ടും. 40 years കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ 10 വർഷത്തെ സർവീസ് ഉണ്ടോ, അങ്ങനെയുള്ള എല്ലാ എംപ്ലോയീസിനും VRS കിട്ടും. പക്ഷെ ഡയറക്ടേഴ്സിന് ഒഴിച്ച്, ഡയറക്ടേഴ്സിന് VRS കിട്ടില്ല. ഇനി പബ്ലിക് സർവീസ് കമ്പനി എന്താണ്, ഇത് ആപ്ലിക്കബിൾ അല്ല. പിന്നെ എന്താണ്, ഇത് നമ്പർ ഓഫ് എംപ്ലോയീസിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കീമാണ്. അതായത് നമുക്ക് അത്രയും എംപ്ലോയീസിന് സാലറി കൊടുക്കാനോ ഒന്നും ഇല്ലാന്നുള്ളത് കൊണ്ട് അവരെ VRS കൊടുത്ത് കുറച്ച് എമൗണ്ട് കൊടുത്ത് അവരെ വീട്ടിലേക്ക് അയക്കുവാണ്. അത് എംപ്ലോയീസിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ആ കുറയ്ക്കണ ആ ഒരു ഗ്യാപ്പ് വരുമല്ലോ, എംപ്ലോയീസിനെ പറഞ്ഞു അയക്കുമ്പോൾ അവിടെ ഒരു കുറച്ച് എംപ്ലോയീസിന്റെ കുറവ് വരുമല്ലോ, ആ എംപ്ലോയീസിനെ ഫില്ല് ചെയ്യാനായിട്ട് പാടില്ല. അതായത് വേറെ എംപ്ലോയീസിനെ അവിടെ കൊണ്ടുവന്ന് ജോലി എടുപ്പിക്കാനായിട്ട്, അവരുടെ സ്ഥാനത്ത് ജോലി എടുക്കാനായിട്ട് വേറെ ഒരു എംപ്ലോയീസിനെ കൊണ്ടുവരാനായിട്ട് പാടില്ല. അതായത് ഇവരെ പറഞ്ഞു വിട്ടിട്ട് ഇവരിൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരാളെ എടുക്കാം എന്നുള്ള ആ ഒരു തിങ്കിങ്ങിന് അവിടെ വരാൻ പാടില്ല. ഓക്കെ, ഫില്ല് ചെയ്യാനായിട്ട് പാടില്ല. പിന്നെ എന്താണ്, റിട്ടയറിങ് എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ അതേപോലെ റിട്ടയർ ചെയ്യുന്ന എംപ്ലോയി എന്ത് ചെയ്യരുത്, വേറെ ഒരു സ്ഥാപനത്തിൽ ഇതേ സെയിം മാനേജ്മെന്റിന്റെ കീഴിലുള്ള വേറെ സ്ഥാപനത്തിൽ ജോലി ചെയ്യാനായിട്ട് പാടില്ല. ഈ VRS മേടിച്ചു പോരണ എംപ്ലോയീസ് എന്ത് ചെയ്യരുത്, ആ സെയിം മാനേജ്മെന്റിന്റെ കീഴിൽ തന്നെ വേറെയും പല സ്ഥാപനങ്ങൾ ഉണ്ടാവുമല്ലോ, അവിടെ പോയി തന്നെ ജോലി ചെയ്യാനായിട്ട് പാടില്ല. വേറെ എവിടെയെങ്കിലും ജോലി ചെയ്താലും വലിയ കുഴപ്പമില്ല എന്നുള്ളത്. ഓക്കെ, ഇനി കോമ്പൻസേഷൻ എന്ന് പറയുന്നത്, ഈ എമൗണ്ട് ഓഫ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത് രണ്ട് ഇതുണ്ട്. അതായത് എക്സീഡ് ചെയ്യാൻ പാടില്ല എന്ന് പറയും. എന്താണ്, ഒന്ന് 3 months സാലറി ഇൻറ്റു കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് ചെയ്യുമ്പോഴുള്ള എമൗണ്ടിനേക്കാളും കൂടാൻ പാടില്ല. അതേപോലെ എന്താണ്, സാലറി അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെന്റ് ഇൻറ്റു ബാലൻസ് മന്ത് ഓഫ് സർവീസ് ലെഫ്റ്റ്. റിട്ടയർ ചെയ്യുന്ന സാലറി ഇൻറ്റു എത്ര സർവീസ് ഇനി ബാലൻസ് ഉണ്ടോ അതും കൂടി ചെയ്യുമ്പോൾ ഒരു എമൗണ്ട് കിട്ടൂലേ, അതോ അല്ലെങ്കിൽ 3 months സാലറി 3 മാസത്തെ സാലറി എടുത്തിട്ട് കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് എത്ര ഇയർ കംപ്ലീറ്റ് ആക്കി നോക്കാം ആ എമൗണ്ടോ, ഇതിൽ ഏതെങ്കിലും ഒരു എമൗണ്ടിനേക്കാളും എക്സീഡ് ചെയ്യാൻ പാടില്ല. ഏത് കോമ്പൻസേഷൻ കിട്ടുന്നത്. ഓക്കെ, കോമ്പൻസേഷൻ കിട്ടുന്നത് ഇതിനേക്കാൾ എക്സീഡ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് നോക്കേണ്ടതെന്നുള്ളത് പറഞ്ഞില്ല. ഇത് തിയറി ക്വസ്റ്റ്യൻ ആയിട്ടും കൂടി ചോദിക്കാവുന്നതാണ്, കാരണം VRSന്റെ കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കേണ്ട കണ്ടീഷൻ എന്തൊക്കെയാണ്? ഒന്ന്, സ്പെസിഫൈഡ് എംപ്ലോയറിൽ നിന്നായിരിക്കണം കോമ്പൻസേഷൻ കിട്ടുന്നത്. ഇത് VRS സ്കീം അനുസരിച്ചായിരിക്കണം കോമ്പൻസേഷൻ കിട്ടുന്നത്. എമൗണ്ട് ഓഫ് എക്സംഷൻ എന്ന് പറയുന്നത് ആക്ച്വൽ എമൗണ്ട് എത്ര കിട്ടി ആസ് പെർ ഗൈഡ് ലൈൻ അനുസരിച്ച്. പിന്നെ 5 lakh അതിൽ ഏതാണ് മിനിമം എന്ന് നോക്കുക. ഗൈഡ് ലൈൻ എന്താ പറയണത്, നമുക്ക് എല്ലാ എംപ്ലോയീസിനും VRS കിട്ടും. അത് 40 years കംപ്ലീറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ 10 വർഷം സർവീസ് നമുക്ക് ഉണ്ടായിരിക്കണം. പക്ഷേ ഡയറക്ടേഴ്സിന് ഒരിക്കലും VRS കിട്ടില്ല.
ഓക്കെ. പിന്നെ പബ്ലിക് സെക്ടർ കമ്പനിക്ക് ഇത് ആപ്ലിക്കബിൾ അല്ല. പിന്നെ എന്താണ് ഇത് എംപ്ലോയീസിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കീമായിരിക്കണം. ആ എംപ്ലോയീസ് പോയ വേക്കൻസിയിൽ വേറെ എംപ്ലോയീസിന് അവിടെ ഫില്ല് ചെയ്യാനായിട്ട് പാടില്ല. ആ റിട്ടയറായ എംപ്ലോയീസ് അതേ സെയിം മാനേജ്മെന്റിന്റെ കീഴിലുള്ള വേറെ സ്ഥാപനത്തിൽ ഒന്നും ജോലി ചെയ്യാനായിട്ട് പാടില്ല. കോമ്പൻസേഷൻ ഡസ് നോട്ട് എക്സീഡ് 3 months salary into completed year of service or salary at the time of retirement into balance month of service left. ഓക്കെ. ഇനി ഇവിടെ ഇത് പറയണത് എന്താണ്, സാലറി അല്ലെങ്കിൽ സാലറി എന്ന് പറയുന്നത് എന്താണ്, ബേസിക് പ്ലസ് DA റിട്ടയർമെന്റ് ബെനിഫിറ്റിന്റെ ഭാഗമായിരിക്കണം, പ്ലസ് ഫിക്സഡ് പെർസെന്റേജ് ആസ് എ പെർസെന്റേജ് ഓഫ് കമ്മീഷൻ, ഫിക്സഡ് പെർസെന്റേജ് ഓഫ് കമ്മീഷൻ ആസ് എ ടേൺ ഓവർ ആയിരിക്കണം. ഓക്കെ. പിന്നെ ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, കുറച്ചും കൂടി എളുപ്പത്തിൽ ഏതൊക്കെ നോക്കണം. ഒന്ന് ആക്ച്വൽ എമൗണ്ട് എത്ര റിസീവ് ചെയ്തെന്ന് നോക്കണം, 5 lakh. പിന്നെ എന്താണ്, ഡസ് നോട്ട് എക്സീഡ് എന്താണ്, ഹയർ ഓഫ് ലാസ്റ്റ് ഓൺ സാലറി ഇൻറ്റു 3 into കംപ്ലീറ്റഡ് ഇയർ ഓഫ് ലാസ്റ്റ് ഓൺ സാലറി ഇൻറ്റു 3 into കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ്, അല്ലെങ്കിൽ ലാസ്റ്റ് ഓൺ സാലറി ഇൻറ്റു ബാലൻസ് മന്ത് ലെഫ്റ്റ് ഫോർ ദ ഇയർ. ഓക്കെ. അതായത് 3 months സാലറി ഇൻറ്റു കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ്, അതാണ് ലാസ്റ്റ് ഓൺ സാലറി ഇൻറ്റു 3 into കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ്. ഇനി എന്താ, സാലറി അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെന്റ് ഇൻറ്റു ബാലൻസ് മന്ത് ഓഫ് സർവീസ് ലെഫ്റ്റ്, അതാണ് ലാസ്റ്റ് ഓൺ സാലറി ഇൻറ്റു ബാലൻസ് മന്ത് ലെഫ്റ്റ് ഫോർ സർവീസ് എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ. ഇനി 9 എന്താണ്, ഇല്ലുസ്ട്രേഷൻ. മിസ്റ്റർ ഡി റിസീവ്ഡ് വോളണ്ടറി റിട്ടയർമെന്റ് കോമ്പൻസേഷൻ 7 lakh കിട്ടി. ആഫ്റ്റർ 30 years 4 months ഓഫ് സർവീസിലെ ഹി സ്റ്റിൽ ഹാസ് 6 years ഓഫ് സർവീസ് ലെഫ്റ്റ്. 30 വർഷത്തെ സർവീസിൽ അദ്ദേഹത്തിന് 7 lakh കിട്ടി. ഇനി എത്ര സർവീസ് ഉണ്ടായിരുന്നു, അതിന് 7 lakh കിട്ടി. അവർക്ക് എത്രയും കൂടി ബാലൻസ് ഉണ്ടായിരുന്നു, 6 വർഷത്തെ സർവീസ് കൂടി ബാലൻസ് ഉണ്ടായിരുന്നു. വോളണ്ടറി റിട്ടയർമെന്റിന്റെ സമയത്ത് അവരുടെ ബേസിക് സാലറി എന്ന് പറഞ്ഞാൽ 20,000 പെർ മന്ത് ആയിരുന്നു. DA എന്ന് പറഞ്ഞാൽ വിച്ച് ഫോം പാർട്ട് ഓഫ് പേ ആണ് 5,000 പെർ മന്ത്. കമ്പ്യൂട്ട് ഹിസ് ടാക്സബിൾ വോളണ്ടറി റിട്ടയർമെന്റ് കോമ്പൻസേഷൻ അസ്യൂം ദാറ്റ് ഹി ഡസ് നോട്ട് ക്ലെയിം എനി റിലീഫ് അണ്ടർ സെക്ഷൻ 89. നമുക്ക് എങ്ങനെ കാണാം, വോളണ്ടറി റിട്ടയർമെന്റ്സിനനുസരിച്ച് റിസീവ് ചെയ്ത 7 lakh ആണ്. ഇനി എക്സംഷൻ കാണണമെന്നുണ്ടെങ്കിൽ എന്താണ്, ആക്ച്വൽ എത്ര കിട്ടി, 7 lakh. സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് 5 lakh ആണ്. ഓക്കെ. ഇനി മൂന്നാമത്തെ ഇതില് 3, 4, 2 പോയിന്റ് നമ്മൾ പഠിച്ചു അല്ലെ. 3 months സാലറി ഇൻറ്റു കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ്. 3 months സാലറി എന്ന് പറയുന്നത് നമ്മൾ എന്താണ് പഠിച്ചത്, ബേസിക് പ്ലസ് DA അല്ലെ, 20,000 പ്ലസ് 5,000 ഇൻറ്റു 3 എത്രയാണ്, ഇൻറ്റു കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ്. എത്ര മാസത്തെ കംപ്ലീറ്റ് ചെയ്തു എന്നാ പറഞ്ഞിരിക്കണേ ഇവിടെ, 30 years കംപ്ലീറ്റ് ചെയ്തു എന്നാ പറഞ്ഞിരിക്കണേ. അപ്പൊ എത്രയാണ്, 25,000 ഇൻറ്റു 3 into 30 years. ഇനി അടുത്ത എന്താണ്, സാലറി അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെന്റ്, അതായത് ലാസ്റ്റ് ഓൺ സാലറി ഇൻറ്റു ബാലൻസ് മന്ത് ഓഫ് സർവീസ് ലെഫ്റ്റ്. ലാസ്റ്റ് ഓൺ സാലറി നമുക്കറിയാം 25,000 ആണെന്ന്. ഇനി എത്ര വർഷത്തെ സർവീസും കൂടി ഉണ്ടായിരുന്നു, 6 years സർവീസും കൂടി ഉണ്ടായിരുന്നു. അപ്പൊ എന്താണ് ചെയ്യേണ്ടത്, 6 years എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 6 അത് മന്തിലോട്ടാക്കണം അല്ലെ. അപ്പൊ 25,000 ഇൻറ്റു 6 into 12, അപ്പൊ 18 lakh. ഇതിൽ ഏതാണ് കുറവെന്ന് നോക്കാം. നമ്മുടെ സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് തന്നെയാണ് ഇതിൽ കുറവായിട്ടുള്ളത്, ആ ലിമിറ്റ് തന്നെ എടുക്കുക. ബാലൻസ് ഉള്ളത് എന്താണ്, ടാക്സബിൾ ആയിട്ട് വരും. ഓക്കെ. അപ്പൊ അതൊന്ന് പഠിച്ചു നോക്കുക. എന്താണ്, 3 months സാലറി ഇൻറ്റു കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ്, ലാസ്റ്റ് ഓൺ സാലറി ഇൻറ്റു റിമൈനിങ് മന്ത് ഓഫ് സർവീസ് ലെഫ്റ്റ്. ഓക്കെ. ഇതിൽ ഏതാണോ കുറവെന്ന് നോക്കുക, ആ കുറവാണ് നമ്മൾ എടുക്കേണ്ടത്. സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് തന്നെ ആയിരിക്കും. ഇത്രയേ ഉള്ളൂ. ഓക്കെ. റിട്ടയർമെന്റ് ബെനിഫിറ്റ് എന്നുള്ളത് നമ്മളൊരു വലിയൊരു പോർഷൻ ആയിരുന്നു. നമ്മളത് മാക്സിമം സിമ്പിളാക്കി തീർത്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. കൺഫ്യൂഷൻസ് വരാം. കൺഫ്യൂഷൻസ് തീർച്ചയായിട്ടും നിങ്ങൾ നോക്കിക്കഴിയുമ്പോൾ കൺഫ്യൂഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ ചോദിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ചോദിക്കുക. തീർച്ചയായിട്ടും ഞാൻ അതിന് മറുപടി കൊടുക്കാം. ഓക്കെ. ഇത് മാക്സിമം നിങ്ങൾ 1-2 പ്രാവശ്യമൊക്കെ കണ്ട് ആ പ്രോബ്ലം ഒക്കെ ഒന്ന് കാണുക, പ്രോബ്ലം ഒക്കെ ഒന്ന് ചെയ്യുക, കാണുക അല്ല ചെയ്യുക. ചെയ്യുമ്പോൾ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, പിന്നെ നിങ്ങൾക്ക് അതൊന്ന് വായിച്ചും കൂടി പഠിച്ചാൽ മതി. ആദ്യം ഒന്ന് ചെയ്ത് തന്നെ പഠിക്കണം, അപ്പോഴേ നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവുള്ളൂ. ഓക്കെ. അപ്പോൾ മാക്സിമം എന്തായാലും ഒന്ന് കമന്റ് ഒന്ന് രേഖപ്പെടുത്തുക. ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലേ, ഓക്കെ ആണോ എന്നൊന്ന് കമന്റിൽ ഒന്ന് രേഖപ്പെടുത്തുക. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും ഒന്ന് അറിയിക്കുക. എനിക്കത് അറിയാനുള്ള ഭയങ്കര ആഗ്രഹം കൊണ്ടാണ് ഞാൻ എല്ലാ വീഡിയോയിലും ചോദിക്കുന്നത്. നിങ്ങൾക്ക് അതെങ്ങനെയാണ് എൻ്റെ ക്ലാസ് എന്നുള്ളത് ഒന്ന് അറിയിക്കുക പ്ലീസ്. ഓക്കെ. താങ്ക് യു.